Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare, Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare, Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare, Hare Krishna 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 Hare Hare, Hare Rama Rama Hare. Hare Krishna Mataji. Hare Krishna. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnana Timirandasya Jnana Anjana Shalakaya Chakshurunmilitam Yena Tasmai Shri Gurave Namaha. Namo Om Vishnupadaya Krishna Preshtaya Bhutale Srimate Bhakti Vedanta Swami Niti Namine. Namaste Saraswate Deve Gauravani Pracharine Nirvishesha Shunyavadi Paschatya Deshatarine. Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. Hare Krishna. നമ്മൾ 11ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വിശ്വരൂപ ദർശന യോഗമാണ്. അപ്പോൾ അതിൽ ഇന്നലെ നമ്മൾ പഠിച്ചത് ഭഗവാന്റെ വിശ്വരൂപം വൈകുണ്ഠ ലോകങ്ങളിൽ കാണുന്ന ചതുർഭുജധാരിയായിട്ടുള്ള നാരായണ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വൈകുണ്ഠ ധാമങ്ങളിൽ കാണപ്പെടുന്ന ചതുർഭുജധാരിയായിട്ടുള്ള ഭഗവാന്റെ നാരായണ രൂപങ്ങൾ അവർക്ക് പ്രത്യേകം പേരുമുണ്ട്. അവരുടെ കയ്യിലെ ശംഖചക്ര ഗഥാപത്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഏത് കൈകളിൽ ഏതെല്ലാം ആയുധങ്ങളുണ്ടോ അതനുസരിച്ച് ആ ആയുധങ്ങളുടെ ധാരണത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഭഗവാന്റെ നാമങ്ങൾ വ്യത്യാസം വരും. അപ്പോൾ ആ വിഷ്ണു രൂപങ്ങളെല്ലാം തന്നെ, വിഷ്ണുമൂർത്തികൾക്കെല്ലാം തന്നെ സ്വന്തമായിട്ടുള്ള ധാമമുണ്ട്. ആ ധാമങ്ങളിൽ, വൈകുണ്ഠ ധാമങ്ങളിൽ ആ വിഷ്ണുമൂർത്തികളെല്ലാം തന്നെ ശാശ്വതമായിട്ട് നിലകൊള്ളുന്നു. എന്നാൽ ഈ വിശ്വരൂപം എന്നുള്ളത് ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി മാത്രമായിട്ട് രൂപം കൊള്ളുന്നതാണ്. അത് കാലത്തിന് അധീനമാണ്. അതായത് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് അത് രൂപം കൊള്ളുന്നു. സൃഷ്ടിയുടെ അവസാനത്തിൽ ഭഗവാന്റെ രൂപം, വിശ്വരൂപം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. അതുകൂടാതെ നമ്മൾ 2-3 കാര്യങ്ങൾ ഈ 11ാമത്തെ അധ്യായത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. കാരണം ഭഗവാന്റെ കരുണയ്ക്കായിക്കൊണ്ട് നമ്മൾ അർജുനൻ അപേക്ഷിച്ചതുപോലെ നമ്മളും ഭഗവാനോട് അപേക്ഷിക്കുകയാണ് വേണ്ടത്, ആജ്ഞാപിക്കുകയല്ല. അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. കാരണം ഭഗവാൻ, അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്. അദ്ദേഹം വിഭുവാകുമ്പോൾ നമ്മൾ അണുമാത്രമാണ്. അണുമാത്രമായിട്ടുള്ള ജീവാത്മാവിന് ഭഗവാന്റെ സംരക്ഷണയിൽ, ഭഗവാന്റെ കരുണയിൽ, ഭഗവാന്റെ സേവകനായിട്ട് ഇരിക്കാനുള്ള യോഗ്യത മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. നമ്മൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കണം.
എന്നാലോ നമ്മൾ ഭഗവാന്റെ സംരക്ഷണയിലാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരു വേവലാതിക്കും കാര്യമില്ല. അതും മനസ്സിലാക്കണം. കാരണം ഭഗവാൻ ഭക്തവത്സലനാണ്. അദ്ദേഹം നമ്മൾ ഭഗവാന്റെ വെറും ഒരു ചെറിയൊരു അംശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ നിന്ദിക്കുകയോ നമുക്ക് വില കൊടുക്കാതിരിക്കുകയോ ഒന്നുമല്ല. കാരണം ഭഗവാന് നമ്മൾ അദ്ദേഹത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് ഭഗവാൻ നമ്മൾ ഓരോരുത്തരും ആ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഭഗവത്ഗീത തന്നെ ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ സത്യം മനസ്സിലാക്കണം. നമ്മൾ ഭഗവാനെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ മറന്നിരിക്കുന്നു. ആ ബന്ധത്തെ ഓർത്തെടുക്കുവാനും തിരിച്ച് ഭഗവാനോടൊപ്പം ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുമുള്ള വഴികളാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ പരമദിവ്യോത്തമ പുരുഷനായിട്ട് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കരുണയ്ക്കായിക്കൊണ്ട് നമ്മൾ അപേക്ഷിക്കുക. നമ്മളുടെ യോഗ്യത എന്താണുള്ളത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അങ്ങനെ യോഗ്യത മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ കരുണ നമ്മിൽ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാൻ കനിഞ്ഞരുളുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ആധ്യാത്മിക ജ്ഞാനത്തെ അദ്ദേഹം പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ അർജുനന്റെ അപേക്ഷയനുസരിച്ച് ഭഗവാൻ തന്റെ വിശ്വരൂപത്തെ, ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും അടങ്ങിയിരിക്കുന്ന വിശ്വരൂപത്തെ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൂടാതെ അർജുനന്റെ ആ ഭൗതികമായിട്ടുള്ള ദൃഷ്ടി കൊണ്ട് ഭഗവാന്റെ വിശ്വരൂപത്തെ, കാരണം ഭൗതിക പ്രപഞ്ചത്തിന് വേണ്ടി മാത്രമാണ് രൂപം കൊണ്ടിട്ടുള്ളത് എങ്കിൽ കൂടെ ഭഗവാന്റെ വിശ്വരൂപം ആധ്യാത്മികമാണ്, അതീന്ദ്രിയമാണ്. കൂടാതെ പ്രപഞ്ചത്തെ മുഴുവനും അർജുനൻ കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ ഈ ചെറിയ കണ്ണുകൾ കൊണ്ട്, പരിമിതിയുള്ള ശക്തിയുള്ള ഈ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാൻ അർജുനന് ദിവ്യമായ ചക്ഷുസ് നൽകുന്നു. അപ്പോൾ ആർക്കെല്ലാം ആ സമയത്ത് ഉപരിലോകങ്ങളിലും താഴെയുള്ള ലോകങ്ങളിലും ഭൂമിയിലും ആർക്കെല്ലാം ആ ഭഗവാന്റെ രൂപത്തെ, ദിവ്യ ചക്ഷുസ് ഭഗവാന്റെ അനുഗ്രഹം മൂലം ആർക്കെല്ലാം ലഭിച്ചുവോ അവർക്കെല്ലാം തന്നെ ഭഗവാന്റെ ഈ വിശ്വരൂപത്തെ കാണുവാൻ സാധിച്ചു. എസ്പെഷ്യലി നമുക്ക് സഞ്ജയനും കാണുന്നുണ്ട്. അതുപോലെ ഉപരിലോകങ്ങളിലും താഴെയുള്ള ലോകങ്ങളിലും അവർക്കെല്ലാം തന്നെ ഭഗവാന്റെ രൂപത്തെ കാണുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം നമ്മൾ കണ്ടത് ഭഗവാന്റെ ആ വിശ്വരൂപത്തെ കണ്ടിട്ട് അർജുനന്റെ ഉള്ളിൽ രൂപം കൊണ്ട ആ അത്ഭുതകരമായിട്ടുള്ള ചിന്താഗതിയാണ്. അർജുനൻ അത്ഭുതപ്പെടുന്നു. ആശ്ചര്യകരമായിട്ടുള്ളതാണ് ഭഗവാന്റെ ഈ ഐശ്വര്യത്തിന്റെ പ്രകടനം. അത് കണ്ടിട്ട് അർജുനൻ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ ഭഗവാന്റെ ഈ ഗുണങ്ങൾക്കനുസരിച്ച് നമുക്ക് ഭക്തന്മാർക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നു. അതിനെയാണ് രസം എന്ന് പറയുന്നത്. ഭഗവാനുമായിട്ട് നമ്മൾ ഏതെല്ലാം രസത്തിൽ നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കും, അതാണ് ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന. ആധ്യാത്മിക ലോകത്തിൽ ഭക്തന്മാർ ഭഗവാനുമായിട്ട് പല രസങ്ങളിലും ബന്ധപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മൾ കാണപ്പെടുന്ന ബന്ധുത്വം എല്ലാം തന്നെ നമുക്ക് പല വിധത്തിലുള്ള റിലേഷൻഷിപ്പ് നമുക്കായി ഭൗതിക പ്രപഞ്ചത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷെ അതെല്ലാം തന്നെ ശാരീരികമാണ്, അതുകൊണ്ട് തന്നെ ക്ഷണികമാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഒരു ജന്മത്തിൽ മാത്രമാണ് നമുക്ക് ഇപ്പോൾ കാണുന്ന ബന്ധുമിത്രാദികളെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരം, ആരുടെയെങ്കിലും ഒരാളുടെ ശരീരം ഇല്ലാതാകുന്നതോടുകൂടി ആ ബന്ധവും ഇല്ലാതാകുന്നു. എന്നാൽ ഭഗവാനുമായിട്ട് ശാശ്വതമായിട്ടുള്ള ആ ബന്ധത്തിൽ നമുക്ക് വർത്തിക്കുവാനായിട്ട് സാധിക്കുന്നു. ഭഗവാനുമായിട്ടുള്ള ആ രസം പങ്കിടുന്നത് അത് ശാശ്വതമാണ്. അങ്ങനെ 12 വിധത്തിലുള്ള രസങ്ങളിലൂടെ നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നു. അതിൽ അർജുനൻ ഇപ്പോൾ ഈ സമയത്ത് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നത് ഭഗവാന്റെ ആ അത്യത്ഭുതകരമായിട്ടുള്ള, ആശ്ചര്യകരമായിട്ടുള്ള ആ ഭഗവാന്റെ ഐശ്വര്യത്തെ കണ്ടുകൊണ്ടാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അർജുനൻ ആ ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ഐശ്വര്യത്തിന്റെ പ്രകടനത്തെ കണ്ടിട്ട് ഭഗവാനോട് താൻ എന്തെല്ലാമാണ് കാണുന്നത് എന്ന് നേരിട്ട് ഭഗവാനോട് പറയുകയാണ്. അതിലൂടെ ആ ഭഗവാന്റെ വിശ്വരൂപം കാലരൂപമായിട്ട് മാറുന്നത് അർജുനന് മനസ്സിലാകുന്നു. അങ്ങനെ അർജുനൻ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ആ രൂപത്തെ കണ്ടിട്ട് അർജുനന് ഭയപ്പാടുണ്ടാകുന്നു, മനസ്സിൽ പരിഭ്രമം ഉണ്ടാകുന്നു.
അതുകൊണ്ട് അർജുനൻ ചോദിക്കുന്നു, അങ്ങ് ആരാണ്? അങ്ങയുടെ ദൗത്യം എന്താണ് എന്നാണ് അർജുനന്റെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഭഗവാന്റെ ഉത്തരമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ശ്രീ ഭഗവാൻ ഉവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഹൃദേ ത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാഃ പ്രത്യനീകേഷു യോധാഃ. ഭഗവാൻ പറയുന്നത്, പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, സമസ്ത ലോകങ്ങളുടെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ. ഈ കാണുന്ന ജനങ്ങളെ എല്ലാം നശിപ്പിക്കുവാനാണ് ഞാൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവരൊഴികെ 2 കക്ഷിയിലും പെട്ട യോദ്ധാക്കൾ ഏവരും കൊല്ലപ്പെടും. അപ്പോൾ ഭഗവാൻ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതായത് പഞ്ചപാണ്ഡവന്മാർ 5 പേരൊഴികെ ആ കുരുക്ഷേത്ര യുദ്ധകളത്തിൽ സന്നിഹിതരായിട്ടുള്ളവരെല്ലാവരും കൊല്ലപ്പെടും, അവരെല്ലാവരും മരിക്കണം എന്ന് ഭഗവാൻ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രഭുപാദ ചോദിക്കുന്നത്, അർജുനൻ വിചാരിച്ചത്, അർജുനൻ യുദ്ധത്തിന് അർജുനന്റെ കയ്യാൽ ഇവരെല്ലാവരും മരിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു അർജുനൻ ഉണ്ടായത്. അതുകൊണ്ടാണ് അർജുനൻ താൻ ആരോടെല്ലാം യുദ്ധം ചെയ്യണം, എങ്ങനെയെല്ലാം യുദ്ധം ചെയ്യണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 സൈന്യത്തിന്റെയും മധ്യത്തിലായിട്ട് തന്റെ തേരിനെ കൊണ്ടുവന്ന് നിർത്തണം എന്ന് അർജുനൻ പറഞ്ഞത്. അതുകൂടാതെ അർജുനൻ വിചാരിച്ചു, താൻ യുദ്ധം ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഞാൻ ഒരു സന്യാസിയായിട്ട് ഭിക്ഷുകനായിട്ട് ഞാൻ പോയിക്കൊള്ളാം, ഞാൻ യുദ്ധം ചെയ്യാനില്ല. പക്ഷെ എങ്കിലും അർജുനന് വിഷമമായിരുന്നു. കാരണം താൻ യുദ്ധം ചെയ്തില്ലെങ്കിൽ പാണ്ഡവരെല്ലാവരും തോറ്റുപോകും, നമ്മുടെ ഈ യുദ്ധം ചെയ്യാനുള്ള പ്ലാൻ എല്ലാം ഇല്ലാതാകും എന്നെല്ലാം അർജുനൻ വിചാരിച്ചു. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നു, ഭഗവാൻ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ തീരുമാനമാണ് ഫൈനൽ. ഭഗവാൻ അതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ മഹാഭാരതം വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം എന്തെല്ലാം സംഭവങ്ങളാണ് മഹാഭാരതത്തിൽ നടന്നിരിക്കുന്നത്. പക്ഷെ അതെല്ലാം തന്നെ ഈ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലേക്ക് ഈ ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും കൊണ്ടെത്തിക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഭഗവാന്റെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ തന്റെ ഭക്തന്മാരായിട്ടുള്ള പഞ്ചപാണ്ഡവന്മാരുടെ സഹായത്താൽ ഇതെല്ലാം ചെയ്തതാണ് എന്ന് നമുക്ക് ഈ ഒരു ഭഗവാന്റെ ഈ 2 ശ്ലോകം കാണുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ വിചാരിക്കും കുന്തിക്ക് എത്രമാത്രം സങ്കടം സഹിക്കേണ്ടതായിട്ട് വന്നു, കൂടാതെ ദ്രൗപദിക്ക് എത്രമാത്രം സങ്കടങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ പാണ്ഡവന്മാർ അവർ രാജകുമാരന്മാരായിട്ട് കൂടെ കൗരവന്മാരുടെ കയ്യാൽ എത്രമാത്രം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. കൃഷ്ണന്റെ സുഹൃത്തുക്കളായിട്ട് പോലും, കൃഷ്ണന്റെ ബന്ധുക്കളായിട്ട് പോലും പാണ്ഡവന്മാർക്ക് എന്തെല്ലാം ദുഃഖങ്ങളാണ് അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. എങ്ങനെയെല്ലാം നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഭഗവാൻ പ്ലാൻ ചെയ്തത് എന്താണ്? തന്റെ സുഹൃത്തുക്കളാണ്, തന്റെ ബന്ധുക്കളാണ് പാണ്ഡവന്മാർ, തന്റെ ഭക്തന്മാരാണെങ്കിൽ കൂടെ ഭഗവാൻ വിചാരിച്ചത് അവർക്ക്, നമ്മൾ വിചാരിക്കും, നമ്മൾ സാധാരണ മനുഷ്യർ വിചാരിക്കും ഭക്തന്മാരായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഭഗവാന്റെ ഭക്തന്മാരായാലും കൂടെ അവർക്ക് വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത്. അത് കാരണം കൃഷ്ണന്റെ ഭക്തന്മാരാകാനായിട്ട് എല്ലാവർക്കും മടിയാണ്. കാരണം പാണ്ഡവന്മാരെ പോലെ വളരെയധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ആ ഭക്തന്മാരിലൂടെ തന്റെ പ്ലാനുകൾ പ്രാവർത്തികമാക്കുന്നു. കാരണം ഭക്തന്മാർ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇവിടെ പാണ്ഡവന്മാർ അവർക്ക് എത്രമാത്രം ദുരിതങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നാലും അവർ ഭഗവാന്റെ ആ ശരണാഗതിയിൽ തന്നെ തുടരുകയാണ് ചെയ്തത്. ഭഗവാനെ അവർ ഒരിക്കലും കൈവിട്ടില്ല. ഭഗവാന്റെ ആ ബന്ധുത്വത്തെ, മിത്രത്വത്തെ അവർ ഒരിക്കലും കൈവിട്ടില്ല. ഭഗവാനോട് ആലോചിച്ചിട്ട് ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് അവർ ഓരോ പ്രവൃത്തികളും ചെയ്തത്. ഓരോ സമയത്തും അവർക്ക് ഭഗവാന്റെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ മഹാഭാരതം അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ അവതാരം ഉണ്ടായത് തന്നെ ഭൂമി ദേവി ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ടുള്ള പ്രാർത്ഥനയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഭാഗവതത്തിൽ അങ്ങനെയാണ് തുടങ്ങുന്നത്. കാരണം ആ സമയത്ത് ദ്വാപര യുഗത്തിന്റെ അവസാന കാലത്തിൽ
ഭൂമിയിൽ ഭഗവാൻ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. കാരണം ഭഗവത്ഗീത ഭഗവാൻ സൂര്യ ഭഗവാൻ ഉപദേശിച്ചു എങ്കിലും കാലക്രമേണ അത് നഷ്ടമായി. അങ്ങനെ ഭഗവാന്റെ ഉപദേശപ്രകാരം അല്ലാത്ത ഒരു ജീവിതം, ധർമ്മത്തിന് അനുഷ്ഠിതമല്ലാത്ത ഒരു ജീവിതം നയിച്ചു കൊണ്ടുവന്നതുകൊണ്ട് രാജാക്കന്മാരെല്ലാവരും അസുര സ്വഭാവികളായിട്ട് മാറുന്നു. തങ്ങളുടെ ആ ശക്തിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അനേകം സൈന്യത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ അസുര സ്വഭാവം മൂലം അധർമ്മം തഴച്ചു വളരുകയാണ് ഭൂമിയിൽ. അതുകൊണ്ട് ഭൂമിക്ക് ഭാരം വർദ്ധിക്കുന്നു. ഈ അസുര സ്വഭാവികളുടെ ധർമ്മത്തിന് അനുഷ്ഠിതമല്ലാത്ത പ്രവർത്തനങ്ങൾ മൂലം ഭൂമി ദേവിക്ക് ഭാരം വർദ്ധിച്ച് ഭൂമി ദേവി ബ്രഹ്മാവിന്റെ അടുക്കൽ പോയിട്ട് അപേക്ഷിക്കുകയാണ്. എനിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല, ഈ അസുരന്മാരുടെ പ്രവർത്തികളെ എനിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോൾ ബ്രഹ്മാവ് ഭൂമി ദേവിയെയും കൊണ്ട് പാൽക്കടലിന്റെ തീരത്ത് പോകുകയും ഭഗവാൻ വിഷ്ണുവിനോട് അഭ്യർത്ഥിക്കുകയും ഭഗവാൻ വിഷ്ണു പറയുന്നു, ഭഗവാൻ അവതരിക്കുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് ദേവന്മാരെല്ലാവരും അവരുടെ പത്നിമാരും എല്ലാവരും തന്നെ ഭൂമിയിൽ യാദവ കുലത്തിൽ ജനിക്കേണ്ടതാണ് എന്ന് ഭഗവാന്റെ ഉപദേശം ഉണ്ടാകുന്നു. അതനുസരിച്ച് എല്ലാ ദേവന്മാരും അവരവരുടെ അംശമായിട്ട് യാദവ കുലത്തിലും മറ്റുള്ള പ്രധാന കുലങ്ങളിലുമെല്ലാം ജനിക്കുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ ഭൂമിയിലെ അസുര രാജാക്കന്മാരെ ഇല്ലാതാക്കുവാനും അതിനു ശേഷം ധർമ്മത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജഭരണം ഉണ്ടാക്കാനുമായിരുന്നു. അപ്പോൾ മഹാഭാരതം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഭഗവാൻ മുമ്പേ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള പാണ്ഡവന്മാരെ വെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഇങ്ങനെ ഒരു കുരുക്ഷേത്രം യുദ്ധം ഭഗവാൻ പ്ലാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഭഗവാന് തന്റെ ഇച്ഛപ്രകാരം ആ വൈകുണ്ഠ ലോകത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഭൂമിയിലെ അസുരൻ രാജാക്കന്മാരെ എല്ലാവരെയും നിഗ്രഹിക്കാനായിട്ട് ഭഗവാന് വിഷമമൊന്നുമില്ല. പക്ഷേ ജനങ്ങൾക്ക്, ഭാവിയിലെ ജനങ്ങൾക്ക് ഒരു മാതൃകയാകുവാനും കൂടാതെ ഭഗവാന്റെ അവതാരം ആ സമയത്ത് അത്യാവശ്യവുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഭക്തന്മാർക്ക് ഒരു സന്തോഷത്തിന്, ഭക്തന്മാർക്ക് ഭഗവാന്റെ ആ ഒരു ഉറപ്പ് ലഭിക്കുവാനായിട്ട്. കാരണം ഭഗവാനെ ആരെല്ലാം ആരാധിക്കുന്നുവോ എത്രമാത്രം ക്ലേശങ്ങൾ ഉണ്ടായാലും ഭഗവാന്റെ സംരക്ഷണം അവർക്കുണ്ടാകും എന്നുള്ള ഉറപ്പ് കൊടുക്കുവാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. അപ്പോൾ ഭഗവാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഭക്തന്മാരായതുകൊണ്ട് പാണ്ഡവന്മാർ ഒരിക്കലും ഭഗവാന്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ആ പാണ്ഡവരെ വെച്ചുകൊണ്ട് ഭഗവാൻ ഒരു കുരുക്ഷേത്ര യുദ്ധത്തെ പ്ലാൻ ചെയ്ത് അവിടെ ആ യുദ്ധക്കളത്തിൽ ഭൂമിയിലെ എല്ലാ അസുര രാജാക്കന്മാരെയും ഭഗവാൻ അവിടേക്ക് വരുത്തുന്നു. അങ്ങനെ ഭഗവാൻ ഇവിടെ പറയുന്നത് പാണ്ഡവരൊഴികെ രണ്ട് കക്ഷിയിലും പെട്ട എല്ലാ യോദ്ധാക്കളും വധിക്കപ്പെടും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് ഇവിടെ എഴുതിയിരിക്കുന്നു, സംഹാരമൂർത്തിയായ കാലത്തിന്റെ വടിവ് എടുത്തിരിക്കുകയാണ് കൃഷ്ണൻ. പാണ്ഡവരൊഴികെ മറ്റു പോരാളികളെ എല്ലാം വധിക്കപ്പെടും. അർജുനന് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. യുദ്ധം ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്ന് അർജുനൻ വിചാരിച്ചു. അസ്വസ്ഥതകൾ ഉണ്ടാവില്ലല്ലോ. എന്നാൽ അദ്ദേഹം പൊരുതിയില്ലെങ്കിലും ശരി അവരെല്ലാവരും മരിക്കുക തന്നെ ചെയ്യും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതാണ് ഭഗവാന്റെ നിശ്ചയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനുഷ്യരുടെ തീരുമാനത്തിനല്ല പ്രാധാന്യമുള്ളത്. ഭഗവാൻ എന്ത് തീരുമാനിച്ചിരിക്കുന്നോ അതാണ് നടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനുഷ്യർ തീരുമാനിക്കുന്നതിനനുസരിച്ചല്ല, പിന്നെ ഭഗവാന്റെ തീരുമാനം അനുസരിച്ചാണ് എല്ലാം നടക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. കറണ്ട് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കും. പക്ഷേ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിച്ചില്ലെങ്കിലും ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഇവിടെ പറയുന്നത് ഭഗവാന്റെ നിശ്ചയം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഭക്തന്മാർ മുന്നോട്ട് പോകുകയാണ് വേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തസ്മാത്വം ഉത്തിഷ്ഠ യശോലഭസ്വ ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാഹ പൂർവമേവ നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത്, അതിനാൽ എഴുന്നേൽക്കൂ, പൊരുതി യശസ് നേടാൻ തയ്യാറാകൂ എന്നാണ് ഭഗവാൻ പറയുന്നത്.
ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കൂ. ഞാൻ അവരെ മുമ്പ് തന്നെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. നീ കേവലം ഒരായുധമാകുന്നതേയുള്ളൂ സവ്യസാചിൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ കയ്യാൽ അവരെല്ലാവരും തന്നെ മുന്നേ തന്നെ വധിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ ഇച്ഛപ്രകാരം ആരെല്ലാം ജീവിച്ചിരിക്കണം, ആരെല്ലാം മരിക്കണം എന്ന് ഭഗവാന്റെ ഇച്ഛപ്രകാരം ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് ബംഗാളിൽ ഒരു പ്രോവർബ് പ്രഭുപാദ എപ്പോഴും പറയും. അതായത് രാഖേ കൃഷ്ണ മാരേക്കേ, മാരേ കൃഷ്ണ രാഖേക്കേ എന്നുള്ള ഒരു പ്രോവർബ്. അതായത് ഭഗവാൻ കൃഷ്ണൻ ഒരാൾ മരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളെ രക്ഷിക്കുവാനായിട്ട് ആർക്കും സാധ്യമല്ല എന്ന്. എന്നാൽ ഭഗവാൻ ആരെങ്കിലും ജീവിച്ചിരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ, അങ്ങനെയുള്ള ഒരാളെ വധിക്കാനായിട്ടും ആർക്കും സാധ്യമല്ല എന്ന്. അപ്പോൾ ഭഗവാൻ ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, പാണ്ഡവരൊഴികെ മറ്റെല്ലാവരും ഇല്ലാതാകണം, എല്ലാവരും സംഹരിക്കപ്പെടണം. അതിനനുസരിച്ച് ഭഗവാൻ ഇവിടെ പറയുന്നു. അതിന് ആരെ കരുവാക്കുന്നു ഭഗവാൻ? പാണ്ഡവന്മാരെ. പാണ്ഡവന്മാരെ വെച്ചുകൊണ്ട് ഭഗവാൻ യുദ്ധം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ പറയുന്നത് ആ യശസ്, ആ കീർത്തി ആ പാണ്ഡവന്മാർക്ക് ഭഗവാൻ കൊടുക്കുന്നു. വാസ്തവത്തിൽ ഭഗവാൻ അർജുനൻ കാണുകയും ഭഗവാൻ പറയുകയും ചെയ്യുന്നത് ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് ഇങ്ങനെ ഒരു വിധി അവർക്കെല്ലാം വന്നിരിക്കുന്നത്, ഇവരെല്ലാവരും സംഹരിക്കപ്പെടുന്നത്. പക്ഷേ ആ ക്രെഡിറ്റ്, ആ കീർത്തി ഭഗവാൻ എടുക്കുന്നില്ല. പിന്നെയോ അത് ഭക്തന്മാർക്ക് ഭഗവാൻ കൊടുക്കുന്നു. ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്ത് ഇവരെ എല്ലാവരെയും വധിച്ചത് അർജുനനും ഭീമനും യുധിഷ്ഠിരനും നകുലനും സഹദേവനുമാണ് എന്നുള്ള ആ ഒരു കീർത്തി, പാണ്ഡവന്മാരാൽ ഈ കൗരവ സൈന്യത്തെ 11 അക്ഷൗഹിണിയെ ഇല്ലാതാക്കി എന്നുള്ള കീർത്തി ഭഗവാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. കാരണം പൊരുതി യശസ് നേടാൻ തയ്യാറാകൂ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്? പാണ്ഡവന്മാർ ഭഗവാന്റെ ഭക്തന്മാരാകുന്നു, അത് കാരണം മാത്രം. എന്നാൽ കൗരവന്മാരോ ഭഗവാനെ ധിക്കരിക്കാനും ഭഗവാന്റെ ഭക്തന്മാർക്ക് വളരെയധികം ക്ലേശങ്ങൾ കൊടുക്കാനുമാണ് കൗരവന്മാർ ശ്രമിച്ചത്. അതുകൊണ്ട് ഭഗവാന്റെ കയ്യാൽ അവർ അസുര സ്വഭാവികളാണ്, അവരെല്ലാവരും ഇല്ലാതാകണം എന്നുള്ളതാണ് ഭഗവാന്റെ തീരുമാനം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ വാട്സാപ്പിലെല്ലാം മുന്നേ വന്നിരുന്നു, ഒരു ഡോക്ടറുടെ ഒരു കുറിപ്പ് വന്നിരുന്നു. ഭഗവാൻ ഉണ്ടോ ഇല്ലയോ, നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നോ, ഭഗവാന്റെ ഇച്ഛപ്രകാരമാണോ എല്ലാം നടക്കുന്നത് എന്നറിയാനായിട്ട്. കാരണം നമ്മൾ ഇപ്പോൾ കലികാലത്ത് എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ എന്റെ കയ്യാൽ എല്ലാം നടക്കുന്നു, ഞാൻ അത്രമാത്രം കേപ്പബിൾ ആണ് എന്ന് നമ്മൾ അഹങ്കരിക്കുന്നു. അപ്പോൾ ഒരു ഡോക്ടർ, ഒരു കാർഡിയോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പറയുകയാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ് ആണ്, ഇന്ത്യയിലെ തന്നെ കഥയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തവണ ഒരു കേസ് വന്നു. അതായത് ഒരു ചെറിയ കുട്ടി, 6 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക്, ആ കുട്ടിയുടെ ഹാർട്ടിന് എന്തോ ഒരു പ്രോബ്ലം, ആ കുട്ടി രക്ഷപ്പെടില്ല, ആർക്കും ആ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഇതിനു മുൻപ് കണ്ട ഡോക്ടർമാരെല്ലാവരും തന്നെ വിധിയെഴുതി. അവർ അച്ഛനമ്മമാരോട് പറഞ്ഞു, ഈ പർട്ടിക്കുലർ പ്രശസ്തനായിട്ടുള്ള ഈ ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോകൂ, അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായാൽ ഈ കുട്ടി രക്ഷപ്പെടും, അല്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. കാരണം അത്രമാത്രം പ്രശസ്തനും വിദഗ്ധനുമാണ് ഈ ഡോക്ടർ. അതുകൊണ്ട് ഈ അച്ഛനമ്മമാർ ആ കുട്ടിയെയും കൊണ്ട് ഈ ഡോക്ടറുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ ആ ഡോക്ടറെ കണ്ടുകിട്ടാനേ പ്രയാസം, അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു അവർ. അവസാനം അവർ ആ ഡോക്ടറെ അടുക്കൽ ചെന്ന് ഡോക്ടറുടെ കാല് പിടിക്കുന്നു, അങ്ങ് രക്ഷിക്കണം. പക്ഷെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ മനസ്സിലായി, ഈ കുട്ടിക്ക് ഇനി അധികം ആയുസ്സില്ല, ഓപ്പറേഷൻ ചെയ്താലും സക്സസ്ഫുൾ ആകുമെന്ന് ഒരു ഉറപ്പുമില്ല. അദ്ദേഹം അത് പറഞ്ഞു അവരോട്. അതുകൊണ്ട് വെറുതെ ഓപ്പറേഷൻ ചെയ്ത് കാശും ചെലവാക്കണം, അതുകൂടാതെ ഈ കുട്ടിക്ക് ആയുസ് എന്തായാലും ലഭിക്കില്ല. അപ്പൊ പിന്നെ അതിന്റെ അനാവശ്യമായിട്ടൊരു ഓപ്പറേഷൻ നമുക്ക് ഒഴിവാക്കാം എന്ന് ആ ഡോക്ടർ പറയുന്നു. പക്ഷേ കുട്ടിയുടെ അച്ഛനമ്മമാർ, നമുക്കൊരു തവണ ട്രൈ ചെയ്ത് നോക്കുന്നതിൽ എന്താണ് തെറ്റ്, അങ്ങൊന്ന് ഒരു തവണ നമുക്ക് പരിശ്രമിക്കാമെന്ന് ആ അച്ഛനമ്മമാർ കെഞ്ചി പറയുന്നു. അത് കേട്ടപ്പോൾ ആ ഡോക്ടർക്കും ശരി നോക്കാം, കാരണം അവർ അച്ഛനമ്മമാർ പറയുമ്പോൾ പിന്നെ ഡോക്ടറും സമ്മതിച്ചു. അങ്ങനെ ആ ഡോക്ടർ അത് സമ്മതിച്ചപ്പോൾ ഈ അച്ഛനമ്മമാർക്ക്
ഭയങ്കര ആത്മവിശ്വാസമായി. കാരണം മറ്റുള്ള ഡോക്ടർമാർ പറഞ്ഞത് ഈ ഡോക്ടർ കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി രക്ഷപ്പെടും, അങ്ങനെയാണ് മറ്റുള്ളവർ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഗ്രഹമുള്ള ഡോക്ടറാണ്, വളരെ പ്രശസ്തനാണ് എന്ന്. പക്ഷെ ഡോക്ടർക്ക് 100% ഉറപ്പുണ്ടായിരുന്നു ഈ കുട്ടി രക്ഷപ്പെടുകയില്ല എന്ന്. അപ്പോൾ ഓപ്പറേഷൻ ദിവസമായി. കുട്ടിക്ക് വിഷമമൊന്നുമില്ല, കുട്ടിക്ക് പേടിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് മയക്കിന്റെ മരുന്ന് കൊടുക്കുന്നതിന് മുൻപ് ഡോക്ടർ കുട്ടിയോട് ചോദിച്ചു, പേടിക്കാനൊന്നുമില്ല, എല്ലാം ശരിയാകും. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് പേടിയേ ഇല്ല, പക്ഷെ എനിക്കൊരു കാര്യം അങ്ങയോട് പറയാനുണ്ട്. എന്താണത് എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുകയാണ്, എന്റെ അമ്മ പറയാറുണ്ട്, ദിവസവും കിടക്കുന്നതിന് മുൻപ് ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്നോട് കിടക്കാൻ പറയുക. അമ്മ എപ്പോഴും പറയും, കാരണം ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് എന്നാണ് അമ്മ എന്നോട് പറയുന്നത്. അപ്പോൾ അങ്ങ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഭഗവാനെ അവിടെ കാണുകയോ അദ്ദേഹത്തിന് രൂപം എന്താണ് എന്ന് അങ്ങ് കാണുന്നത് എന്നോട് പറയണം. കാരണം അമ്മ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് എന്ന്. അപ്പോൾ ആ കുട്ടിയുടെ വിശ്വാസവും ആ കുട്ടിയുടെ ആഗ്രഹവും, ഭഗവാനിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, കാരണം ഭഗവാൻ ഹൃദയത്തിലുണ്ട്, അദ്ദേഹം എല്ലാം ശരിയാക്കും എന്ന് അമ്മ ആ കുട്ടിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അമ്മയ്ക്കുള്ള വിശ്വാസം, അമ്മ ആ കുട്ടിയുടെ ഉള്ളിൽ ആ ഭഗവാനിലുള്ള വിശ്വാസത്തെ ഉറപ്പിച്ചിരിക്കുന്നു. കാരണം കുട്ടിക്ക് ഉറപ്പാണ്, ഞാൻ ജീവിക്കും, കാരണം ഭഗവാൻ ഉണ്ടകത്ത്, ഭഗവാൻ എല്ലാം ശരിയാക്കും. അപ്പോൾ ഡോക്ടർ ഒരു നിമിത്തം മാത്രമാണ് അവിടെ ആകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കുട്ടിയുടെ വിശ്വാസവും ഭക്തിയും കണ്ടിട്ട് ഡോക്ടർക്ക് അമ്പരപ്പായി. കാരണം ഡോക്ടർ ഇതൊന്നും വിചാരിച്ചിട്ടില്ല. ഡോക്ടർ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് തൻ്റെ ആ വിദ്യാഭ്യാസം, താൻ പഠിച്ചത് തൻ്റെ ബുദ്ധിശക്തി കൊണ്ട്, തൻ്റെ കഴിവുകൊണ്ടാണ് താൻ ഇത്രയും നാൾ ഈ ഓപ്പറേഷനുകളെല്ലാം തന്നെ ജയിച്ചത് എന്നായിരുന്നു ആ ഡോക്ടറുടെ വിശ്വാസം. പക്ഷെ ഇപ്പോൾ ഈ കുട്ടി പറയുന്നു, 6 വയസ്സായിട്ടുള്ള കുട്ടി ആ ഡോക്ടർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, ഹൃദയത്തിൽ ഭഗവാനുണ്ട്, അദ്ദേഹം എല്ലാം ശരിയാക്കുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ അമ്മയുടെ വാക്കിലുള്ള കുട്ടിയുടെ വിശ്വാസം കണ്ടിട്ട് ഡോക്ടർ അമ്പരന്ന് പോയി. എന്തായാലും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഹാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ഒരു തുള്ളി ബ്ലഡ് പോലും അവിടേക്ക് വരുന്നില്ല എന്നാണ് അദ്ദേഹം കണ്ടത്. കാരണം ഇനി ഫർദർ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം കുറച്ചു നേരം ട്രൈ ചെയ്തു, ഹാർട്ട് പമ്പ് ചെയ്യാനും എല്ലാം ട്രൈ ചെയ്തു, അത്രേ ഒന്നും സാധിക്കുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇനി രക്ഷയില്ല, അതുകൊണ്ട് എല്ലാം തിരിച്ച് ആ ഓപ്പറേഷൻ ചെയ്തത് മുറിച്ചതെല്ലാം തുന്നിക്കൂട്ടി വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ എല്ലാം അവസാനിപ്പിക്കാനായിട്ട് പോകുമ്പോഴാണ് അടുത്തുണ്ടായിരുന്ന സഹായിയായിട്ടുള്ള നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാം ഡോക്ടറോട് പറയുന്നത്, നോക്കൂ ഡോക്ടർ, ബ്ലഡ് വരുന്നുണ്ട്. ഒരു നിമിഷം അദ്ദേഹം അമ്പരന്ന് പോയി എന്നാണ് പറയുന്നത്. കാരണം ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ആ ഭഗവാന്റെ ശക്തിയെ കാണുവാൻ സാധിച്ചു എന്നാണ് ആ ഡോക്ടർ പറയുന്നത്. ഡോക്ടർ ആ കുറിപ്പ് എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ സമയത്ത് ആ കുട്ടിയുടെ വിശ്വാസം, കുട്ടിയുടെ അമ്മയുടെ വിശ്വാസം. അപ്പോൾ ആ കുട്ടിയുടെ ഹാർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഭഗവാൻ വിചാരിച്ചിരിക്കുന്നു ആ കുട്ടി ജീവിക്കണം. കാരണം കുട്ടിക്കും അമ്മയ്ക്കുമുള്ള ഭഗവാനിലുള്ള വിശ്വാസവും ആ ഭഗവാന്റെ അവതാരങ്ങളും ഭഗവാന്റെ ആ ലീലകളും എല്ലാം തന്നെ ഭക്തന്മാർക്ക് തന്നിലുള്ള വിശ്വാസത്തെ, ഭക്തിയെ ഊട്ടി ഉറപ്പിക്കാനുള്ളതാണ്. എങ്ങനെയാണ് പ്രഹ്ലാദകുമാരന് തന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അത്രമാത്രം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും അവസാന നിമിഷത്തിൽ ആ പ്രഹ്ലാദന്റെ വിശ്വാസത്തെ, ഭഗവാൻ ഓരോ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാനാണ് ഭഗവാൻ ആ തൂണിൽ നിന്ന് പ്രത്യക്ഷനാകുന്നത്. അതുപോലെ ഓരോ ഭക്തന്മാരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഭഗവാൻ ആ ഭക്തന്മാരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനായിട്ട് ആ ഡോക്ടറുടെ ഉള്ളിലും, നിങ്ങളല്ല ഇതിന് കാരണം, നമ്മൾ ഓരോരുത്തരും വിചാരിക്കും, ഭഗവാൻ അതാണ് ഭഗവത്ഗീതയിൽ ഉടനീളം പറയുന്നത്, ഉടമസ്ഥാവകാശ ബോധവും പിന്നെയോ മിഥ്യ അഹങ്കാരവും, ഞാനാണ് എല്ലാം ചെയ്യുന്നത്, എന്റെ കഴിവാണ് എന്നുള്ള ആ അഹങ്കാരം, അത് നമ്മൾ
ഇല്ലാതാക്കണം. എല്ലാം ഭഗവാന്റെ ഇച്ഛപ്രകാരം നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നിമിഷം ആ ഡോക്ടർ ആ ഭഗവാന് ശരണാഗതനായി എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഭഗവാന്റെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് വെക്കുകയുണ്ടായി അത്രേ. കാരണം ഓരോന്നും ഓരോ കാര്യവും ഭഗവാന്റെ ഇച്ഛപ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ആ നിമിഷത്തിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിലൂടെയും ഭഗവാൻ പറയുന്നത്. അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു അവിടെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ യുദ്ധം നടക്കണം, അവിടെ ഉള്ളവരെല്ലാവരും സംഹരിക്കപ്പെടണം. അത് ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പോൾ അതിന് ആരാണ് നിമിത്തമാകുന്നത്, ഉപകരണമാകുന്നത്? പാണ്ഡവന്മാർ. പാണ്ഡവന്മാരിലൂടെ ഭഗവാൻ ആ യുദ്ധത്തിന് അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ അന്തിമ വിജയം ആർക്കാണ് എന്ന് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് ഈ ഭൗതിക പ്രപഞ്ചം നടക്കുന്നത്. ഓരോ നിമിഷവും ഓരോന്നും നടക്കുന്നത് ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ്. നമ്മൾ എല്ലാവരും ഭഗവാന്റെ കയ്യിലെ ഒരായുധമാകുവാൻ, ഒരു ഉപകരണമാകുവാനായിട്ട് പ്രയത്നിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകുന്നു. നമ്മൾ ഭഗവാന്റെ പ്രീതിക്ക് പ്രാത്രികൂതരാകുന്നു. അല്ല എന്നുണ്ടെങ്കിലോ നമ്മുടെ ഇച്ഛപ്രകാരം നമ്മൾ ജീവിക്കുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇച്ഛ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. കൂടാതെ ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ നമ്മൾ വീണ്ടും പുനർജന്മത്തിലേക്ക് വഴി തെളിയിക്കുകയുമാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഇച്ഛപ്രകാരം നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുക. നിമിത്ത മാത്രം, ഉപകരണം മാത്രമാവുക എന്നർത്ഥം. ഈ വാക്ക് അർത്ഥവത്താണ്. ഭഗവാന്റെ പരിപാടി അനുസരിച്ച് ഈ പ്രപഞ്ചമൊട്ടാകെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൗതിക പ്രപഞ്ചത്തിൽ ഒരു നിശ്ചിത പരിപാടിക്ക് അനുസരിച്ചാണ് എന്തും സംഭവിക്കുന്നത്. എന്താണ് പരിപാടി? ഈ ഭൗതിക പ്രപഞ്ചം ഭഗവാൻ ഉണ്ടാക്കിയത് തന്നെ. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ വന്നിട്ട് ജീവാത്മാക്കൾക്ക് മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞാൽ അവർ ആ മനുഷ്യ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള പ്രയത്നങ്ങൾ നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭൗതിക പ്രപഞ്ചം. എന്നാലോ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഭൗതിക പ്രകൃതിയെ പൂർണ്ണമായിട്ടും നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഭഗവാന്റെ പരിപാടിക്ക് അനുസരിച്ച് നമ്മൾ നീങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഈ പ്രകൃതിയിൽ കാണുന്നത് പോലെ അനേകം ശരീരങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും പുനർജന്മത്തിലൂടെ ഇവിടെ വന്നു പോകേണ്ടതായിട്ട് വരുന്നു. ഭൗതിക പ്രകൃതിക്ക് മേൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്ന പ്രവണത അവരിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആത്മാക്കൾ ബദ്ധരാണ്. ഭഗവാന്റെ പരിപാടി എന്താ എന്ന് മനസ്സിലാക്കി കൃഷ്ണാവബോധം പുലർത്തി പോരുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് പ്രഭുപാദ ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ സൃഷ്ടി സംഹാരങ്ങളെല്ലാം തന്നെ കൃഷ്ണന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പ്രകൃതി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നീങ്ങുവാനായിട്ട് ഭക്തന്മാർ പരിശ്രമിക്കുക. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാ ജ്ഞാനവിയോധ വീരാൻ മയാ ഹതാസ്ത്വം ജഹിമാ വ്യധിഷ്ഠ യുദ്ധസ്വ ജേതാസിരണേ സപത്നാൻ. ഭീഷ്മൻ, ദ്രോണൻ, ജയദ്രഥൻ, കർണൻ എന്നിവരും മഹാരഥന്മാരും ഇപ്പോൾ തന്നെ എന്നാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവരെ കൊല്ലുന്നതിൽ നിനക്ക് ദുഃഖം വേണ്ട. പൊരുതുക മാത്രം ചെയ്താൽ മതി, ശത്രുക്കൾ തോറ്റുപോകും. കാരണം നമ്മൾ മനസ്സിലാക്കണം, 11 അക്ഷൗഹിണിയാണ് കൗരവപക്ഷത്തുണ്ടായത്. കൂടാതെ അനേകം പേരുകേട്ട യോദ്ധാക്കന്മാരും ഭീഷ്മരെയും ദ്രോണരെയും കർണരെയും ഒന്ന് യുദ്ധത്തിൽ തോൽപ്പിക്കുവാനായിട്ട് ആ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം ശക്തിയായിരുന്നു അവർക്ക്. അർജുനൻ ഭീഷ്മരുടെ മുന്നിൽ അത്രമാത്രം ശക്തിയുള്ള ഒരു യോദ്ധാവൊന്നും ആയിരുന്നില്ല. നേരിട്ടുള്ള യുദ്ധത്തിൽ ഭീഷ്മരെ തോൽപ്പിക്കാനായിട്ട് അർജുനന് സാധിക്കുമായിരുന്നില്ല. എന്നാലും അർജുനൻ ജയിച്ചത് ഭഗവാന്റെ ആ ഇച്ഛപ്രകാരം, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട്. കാരണം മഹാഭാരതം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവരെല്ലാവരും വധിക്കപ്പെട്ടത് ഭഗവാന്റെ പ്ലാൻ അനുസരിച്ചാണ്. ഭഗവാൻ എന്ത് ആജ്ഞാപിച്ചോ അത് പാണ്ഡവർ അനുസരിച്ചത് കൊണ്ടാണ് അതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നു ഭീഷ്മരും ദ്രോണരും ജയദ്രഥനും കർണനും എല്ലാവരും തന്നെ. കാരണം എല്ലാവരും
ദ്രൗപദി വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, കാരണം ദുശാസനൻ ദ്രൗപദിയെ അവിടെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ ഭീഷ്മരാകട്ടെ, ദ്രോണരാകട്ടെ, കർണനാകട്ടെ ആരും തന്നെ അതിന് തിരിച്ച് ഒരു വാക്ക് പോലും ഉരിയാടിയില്ല. കാരണം ഒരു സ്ത്രീയെ ഒരു വലിയ സഭയിൽ വെച്ച് അപമാനിക്കുമ്പോൾ അതിന് സപ്പോർട്ടായിട്ടാണ് ഇവരെല്ലാവരും നിന്നത്. ആരും തന്നെ ഭീഷ്മർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഇത് അനീതിയാണ് നടക്കുന്നത്, ഇത് നടക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഭീഷ്മർ ഒന്നും തന്നെ മിണ്ടിയില്ല? ദ്രോണർ ഇവരുടെ എല്ലാവരുടെയും ഗുരുവായിരുന്നു, അദ്ദേഹവും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ കർണൻ ദുര്യോധനനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ നിമിഷം ഭഗവാൻ പറയുന്നത്, ആ നിമിഷം അവരെല്ലാവരും എന്റെ കയ്യാൽ വധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അവരെല്ലാവരും തന്നെ ദ്രൗപദിക്ക് അനീതിയാണ് ഉണ്ടാക്കിയത്, അല്ലാതെ ദ്രൗപദിക്ക് ഒരു സഹായമായിട്ട് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും പാപം ചെയ്തവരാണ്, പാപികളാണ്. അതുകൊണ്ട് നേരിട്ട് പാപം ചെയ്തില്ലെങ്കിലും പാപം ചെയ്യുന്നതിന് കൂട്ടുനിന്നവരാണ് ഇവരെല്ലാവരും. ദുര്യോധനാദികൾ എത്രമാത്രം പാപകർമ്മങ്ങൾ പാണ്ഡവർക്ക് നേരെ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാത്തിനും ഭീഷ്മരും ദ്രോണരും കൂട്ടുനിന്നു. കൂട്ടുനിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ച് അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നില്ല, പാണ്ഡവർക്ക് സപ്പോർട്ട് അവർ ചെയ്തില്ല. അതുകൊണ്ട് പാപം ചെയ്തതിന് തുല്യമാണ്. അതുകൊണ്ട് അവരെല്ലാവരും തന്നെ സംഹരിക്കപ്പെടേണ്ടതാണ്. അവരെ ഭഗവാൻ സംഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അർജുനൻ യുദ്ധം ചെയ്താൽ മാത്രം മതി. അപ്പോൾ പുറമേ കാണുമ്പോൾ, എല്ലാവരും കാണുമ്പോൾ, മഹാഭാരത കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പാണ്ഡവന്മാർ യുദ്ധം ചെയ്ത ഇവരെ എല്ലാവരെയും വധിച്ചു. വാസ്തവത്തിൽ ഭഗവാൻ പറയുന്നത് ഇവരെല്ലാവരും എന്റെ കയ്യാൽ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അർജുനന്റെ ചോദ്യങ്ങൾക്ക് കൃഷ്ണൻ ഉത്തരം നൽകുകയാണ്. ഞാൻ കാലമാകുന്നു, കാലരൂപം. ഭഗവാന്റെ ദൗത്യം എന്താണ്? എല്ലാം നശിപ്പിക്കാൻ, പാണ്ഡവർ ഒഴികെ എല്ലാ ജനങ്ങളെയും നശിപ്പിക്കാനാണ് കാലത്തിന്റെ രൂപം ഭഗവാൻ എടുത്തിരിക്കുന്നത്. കഥാഉപനിഷത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഒരിക്കൽ ബ്രാഹ്മണരും ക്ഷത്രിയരും മറ്റെല്ലാവരും സർവഭക്ഷകനായ ഭഗവത് രൂപത്തിൽ പരമപുരുഷന് ഒരു ഭക്ഷണമായി തീരും എന്ന്. ഇത് സൂചിപ്പിക്കുന്നത് അർജുനൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചില്ലെങ്കിലും അവർ എന്തായാലും മരിക്കപ്പെടും എന്നായിരുന്നു. കൃഷ്ണൻ പറയുന്നത്, നിന്റെ എല്ലാ ശത്രുക്കളെയും ഞാൻ ഇതിനകം നശിപ്പിച്ചിരിക്കുന്നു, എന്റെ ഉപകരണമായി യുദ്ധം ചെയ്ത് മഹത്വം നേടുക എന്ന്. അപ്പോൾ അർജുനന് ഭഗവാൻ ഇവിടെ സവ്യസാചി എന്ന് വിളിച്ചിരിക്കുന്നു. സവ്യസാചി എന്നുള്ള വാക്കിന്റെ അർത്ഥം രണ്ട് കൈകളും കൊണ്ട് ഒരുപോലെ യുദ്ധം ചെയ്യാൻ കഴിയുന്ന ആളെയാണ് സവ്യസാചി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അർജുനൻ ഒരു ഉപകരണമായി മാത്രം പ്രവർത്തിച്ചാൽ മതി, എല്ലാം യുദ്ധം നിങ്ങൾ ജയിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അർജുനൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അർജുനന്റെ ഫർദർ ആക്ഷൻ എന്തായിരിക്കണം? ഭഗവാന്റെ ആഗ്രഹത്തെ നിറവേറ്റുക. ഭഗവാന്റെ പദ്ധതി ഭൗതിക ലോകത്ത് വളരെ നിർദ്ദിഷ്ടമാണ്. ഭഗവാന്റെ പരിപാടി അനുസരിച്ച് ഈ പ്രപഞ്ചമൊട്ടാകെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധിമാന്മാർ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ പരിപാടിക്ക് അനുസരിച്ച് നമ്മൾ നീങ്ങുക. അതിന് തിരിച്ച് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? മൂഢന്മാർ. കാരണം അവർ വിചാരിക്കുന്നത് ഭൗതിക പ്രകൃതി, അതിന് പിന്നിൽ ആരും തന്നെ ഇല്ല, അത് സ്വയം ഉണ്ടായി സ്വയം നശിക്കുന്നു. നമ്മൾ ജീവാത്മാക്കൾ ഇവിടെ ജനിക്കുന്നു, നശിക്കുന്നു, അത്രമാത്രം. അല്ലാതെ അതിന് പിന്നിൽ ഒരു കാരണമില്ല, അതിന് പിന്നിൽ ഒരു നിയന്താവില്ല എന്നാണ് മൂഢന്മാർ ചിന്തിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രകൃതി ഇവിടെ ഉണ്ടാകുന്നതും പ്രകൃതിയിലെ സംഭവങ്ങളെല്ലാം നടക്കുന്നതും എന്ന് ഭഗവത്ഗീതയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ, ഭഗവാന്റെ ആ വാക്കുകൾ കേട്ടതോടുകൂടി അർജുനൻ പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ സങ്കീർത്തിക്കുന്നു. 35 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനന്റെ വാക്കുകളാണ്. അർജുനൻ പിന്നീട് താൻ ചെയ്തിട്ടുണ്ടാകുന്ന മുൻ സമയത്ത് ചെയ്തിട്ടുണ്ടാകുന്ന തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്നു. അർജുനൻ പിന്നീട് ഭയത്തോടെ ഭഗവാന്റെ ആ കാലരൂപത്തെ കണ്ടിട്ട് അർജുനന് വളരെയധികം ഭയപ്പാടുണ്ടാകുന്നു. ആ രൂപത്തെ പിൻവലിച്ച് ചതുർഭുജധാരിയായിട്ടുള്ള നാരായണ രൂപത്തെ കാണുവാനായിട്ട് അർജുനൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സഞ്ജയൻ പറയുകയാണ്, സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നു, രാജാവേ, ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറപൂണ്ട് വീണ്ടും വീണ്ടും കൈകൂപ്പി ഭയത്തോടെ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു. അർജുനൻ പറഞ്ഞു, ഋഷികേശ,
അങ്ങയുടെ തിരുനാമ കീർത്തനത്താൽ ലോകം ആനന്ദഭരിതമായി തീരുന്നു. അങ്ങയിൽ അനുരക്തമാകുന്നു. സിദ്ധി നേടിയവർ അങ്ങയെ പ്രണമിക്കുന്നുവെങ്കിലും അസുരഗണങ്ങൾ ഭയപ്പെട്ട് അങ്ങും ഇങ്ങും പായുകയാണ്. ഇത് ഉചിതം തന്നെ. അപ്പോൾ അർജുനൻ എന്താണോ അവിടെ കാണുന്നത് വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ഭഗവാനോട് വിവരിക്കുകയാണ്. അതായത് സിദ്ധന്മാരും ഋഷിമാരും എല്ലാവരും തന്നെ ഭഗവാനെ കൂപ്പുകൈകളോടുകൂടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ അസുരന്മാർ ഭഗവാന്റെ ഈ കാലസ്വരൂപത്തെ കണ്ടിട്ട് അവർ ഭയപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോകുകയാണ് ചെയ്യുന്നത് എന്നാണ് അർജുനൻ പറയുന്നത്. ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായ പുരുഷോത്തമ, അങ്ങാണല്ലോ ആദിമനായ സൃഷ്ടാവ്. എങ്കിലും എന്തുകൊണ്ട് അവർ ഭക്ത്യാദരപൂർവം അങ്ങയെ പ്രണമിക്കുന്നില്ല? അതായത് അസുര സ്വഭാവികൾ എന്തുകൊണ്ട് ഭഗവാനെ പ്രണമിക്കുന്നില്ല? അവർക്ക് അറിഞ്ഞുകൂടെ ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ, എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം ഭഗവാനാണ് എന്ന് അറിഞ്ഞിട്ടും അവർ എന്തുകൊണ്ട് ഭഗവാനെ പ്രണമിക്കുന്നില്ല? അതിരില്ലാത്തവനും പ്രപഞ്ചത്തിന് ആശ്രയവുമായ ദേവാദിദേവ, അക്ഷയവും കാരണങ്ങൾക്ക് കാരണവും ഭൗതിക പ്രകൃതിക്ക് ഉപരിയുമാണ് അങ്ങ് എന്ന് അർജുനൻ പറയുന്നു. ആദിദേവനും പുരാണ പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും അങ്ങ് തന്നെ. അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെയാകുന്നു. ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ്. ഹേ അനന്തരൂപ, ഈ ദൃശ്യ പ്രപഞ്ചമെങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. വായുവും പരമനിയന്താവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹനും അങ്ങ് തന്നെ. 1000 തവണയും അതിലേറെയും പ്രണാമങ്ങൾ ഞാൻ അങ്ങേക്ക് അർപ്പിച്ചു കൊള്ളുന്നു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഞാൻ അങ്ങയെ പ്രണമിക്കട്ടെ. അതിരറ്റ ശക്തിമാനെ, അങ്ങ് നിസ്സീമമായ ശക്തിയുടെ ഉടമയാണ്. സർവവ്യാപിയാകയാൽ അങ്ങ് എല്ലാമാണ്. അതാണ് അർജുനന്റെ പ്രാർത്ഥനയായിട്ട് പറയുന്നത്. പ്രപഞ്ചത്തിൽ എല്ലാറ്റിന്റെയും എല്ലാ ജ്ഞാനത്തിന്റെയും ആത്യന്തികമായ വിശ്രമം അങ്ങാണ്. അങ്ങാണ് എല്ലാറ്റിന്റെയും സത്ത. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഞാൻ പ്രണമിക്കട്ടെ എന്ന് അർജുനൻ പറയുന്നു. ഇനി അർജുനൻ താൻ ചെയ്തേക്കാവുന്ന ഭഗവാനെ തന്റെ സുഹൃത്തായിട്ട് മാത്രം കണ്ടുകൊണ്ട് പെരുമാറിയത് കൊണ്ട് എന്തെങ്കിലും തെറ്റ് തന്നിൽ നിന്നും വന്നിരിക്കാമോ എന്ന് അർജുനന് പേടിയാകുന്നു, വിഷമമാകുന്നു. കാരണം ഭഗവാനെ ഭഗവാനായിട്ട് അർജുനൻ കണ്ടില്ല, തന്റെ സുഹൃത്തായിട്ടാണ് അർജുനൻ പെരുമാറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അർജുനൻ പറയുകയാണ്, അങ്ങയുടെ മഹത്വം എന്താ എന്നറിയാതെ സുഹൃത്തെന്ന് മാത്രം കരുതി ഹേ കൃഷ്ണ, ഹേ യാദവ, ചെങ്ങാതി എന്നെല്ലാം ഞാൻ അങ്ങയെ സ്നേഹത്തിലോ സംഭ്രാന്തിയിലോ വിളിച്ചു പോന്നു. നാം തനിച്ചായിരിക്കുമ്പോഴും മറ്റുള്ളവർക്കിടയിൽ ഇരിക്കുമ്പോഴും വിനോദിക്കുകയോ ഇരിക്കുകയോ ഒരേ കിടക്കയിൽ കിടക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിലും പലപ്പോഴും അങ്ങയെ വേണ്ടത്ര മാനിക്കാതെ അപഹസിച്ചിട്ടുണ്ട്. അച്യുത, അങ്ങയെ അങ്ങനെ പറ്റിപ്പോയ പിഴകൾക്കെല്ലാം അങ്ങയോട് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. അതായത് അർജുനന് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, ഭഗവാൻ ഇത്രമാത്രം ഐശ്വര്യം കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാ പ്രപഞ്ചങ്ങളും ആ ഭഗവാനിൽ ഉൾപോകിയിരിക്കുന്നത് കണ്ടപ്പോൾ അർജുനന് ആശ്ചര്യവും വിഷമവുമായി. കാരണം ഇത്രമാത്രം ശക്തിമാനായിട്ടുള്ള പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ എൻ്റെ വെറും ഒരു സുഹൃത്തായിട്ട് കണ്ടുകൊണ്ട് എത്രമാത്രം തമാശകൾ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തോട്. അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ഒരേ കിടക്കയിൽ കിടന്നിരിക്കുന്നു, ഒരുമിച്ച് ഊണ് കഴിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടത്ര ആദരവ് ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയമായി അർജുനന്. അതുകൊണ്ട് ആ തെറ്റുകൾക്കെല്ലാം തന്നെ ക്ഷമ ചോദിക്കുകയാണ് അർജുനൻ. ചരാചരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച സർഗത്തിന്റെ പിതാവാണ് അങ്ങ്. ആ പ്രപഞ്ചത്തിന്റെ ആരാധ്യ പ്രമുഖനായ പരമോന്നത ആധ്യാത്മിക ഗുരുവും അങ്ങ് തന്നെ. അങ്ങേക്ക് സമനായോ സമനാവാൻ കഴിവുള്ളവനായോ മറ്റാരുമില്ല. അങ്ങനെയാകിൽ ഹേ അതുല്യ പ്രഭാവനെ, 3 ലോകങ്ങളിലും അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരാണുള്ളത്? സകല ജീവജാലങ്ങൾക്കും ആരാധ്യനായ ഭഗവാനെ, അങ്ങയെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. പ്രസാദിക്കണമേ. മകന്റെ ധിക്കാരത്തെ അച്ഛൻ എന്ന പോലെ, സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെ അവിവേകത്തെ എന്ന പോലെ, ഭർത്താവ് ഭാര്യയുടെ പെരുമാറ്റത്തെ എന്ന പോലെ ഞാൻ അങ്ങയോട് ചെയ്തിരിക്കാവുന്ന പിഴകൾ അങ്ങ് ക്ഷമിക്കണമേ എന്ന് അർജുനൻ ഭഗവാനോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ മുതിർന്നവരെല്ലാവരും തന്നെ താഴെയുള്ളവർ ചെയ്യുന്ന തെറ്റിനെ ക്ഷമിക്കുന്നു. അതുപോലെ ഭഗവാനോട് അർജുനൻ പറയുന്നു,
അങ്ങ് ഒരു പിതാവ് പുത്രനെ ക്ഷമിക്കുന്നത് പോലെ, സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ ക്ഷമിക്കുന്നത് പോലെ അങ്ങ് എന്നോടും ഞാൻ ചെയ്തിരിക്കാവുന്ന തെറ്റുകൾക്ക് ഞാൻ അങ്ങ് ക്ഷമിക്കണം. മുമ്പ് കാണാത്ത ഈ വിശ്വരൂപം കണ്ടിട്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അതേ സമയത്ത് തന്നെ എൻ്റെ മനസ്സ് ഭയാകുലവുമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് ആശ്രയമായ ദേവദേവ, വീണ്ടും മുമ്പുണ്ടായിരുന്ന രൂപം തന്നെ സ്വീകരിക്കുവാൻ കനിവുണ്ടാകണമേ. അപ്പോൾ അർജുനൻ പറയുന്നത്, ആ കാലരൂപത്തിന്റെ രൂപം കണ്ടിട്ട് അർജുനന് വളരെയധികം ഭയപ്പാടുണ്ടാകുന്നു. കാരണം എല്ലാവരും ആ രൂപത്തിന്റെ വായിലേക്ക് പോകുന്നത് കണ്ടിട്ട്, ആ വായിൽ നിന്ന് തീ പാളുന്നത് കണ്ടിട്ട്, അതുകൊണ്ട് അർജുനൻ പറയുന്നത്, ഈ രൂപത്തെ പിൻവലിച്ച് മുൻപുണ്ടായിരുന്ന ഭഗവാന്റെ കൃഷ്ണന്റെ രൂപത്തെ തന്നെ സ്വീകരിക്കണം എന്നാണ് അർജുനന്റെ അപേക്ഷ. ഭയാനകമായ രൂപം പിൻവലിക്കാനും വ്യക്തിത്വമായി വെളിപ്പെടുത്താനും അർജുനൻ അഭ്യർത്ഥിക്കുകയാണ്. തന്റെ നാരായണ രൂപം കാണിക്കാൻ ഇവിടെ ആവശ്യപ്പെടുന്നതിനാൽ കൃഷ്ണന് ഏത് രൂപവും സ്വീകരിക്കാം. അതുകൊണ്ട് അർജുനൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, തനിക്ക് കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഹേ സഹസ്രബാഹുവായ വിശ്വരൂപ, 4 കൈകളും ശിരസിൽ കിരീടവും കൈകളിൽ ശംഖ് ചക്ര ഗദാ പത്മങ്ങളുമുള്ള അങ്ങയുടെ ആ രൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ അത് കാണിച്ചു തരയണമേ എന്ന് അർജുനൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രഭുപാദ പറയുന്നത്, കൃഷ്ണനാണ് എല്ലാത്തിന്റെയും ഉത്ഭവം എന്ന് പറയുമ്പോൾ വൈകുണ്ഠധാമങ്ങളിലുള്ള ചതുർഭുജധാരിയായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ രൂപത്തിനും ഉത്ഭവം ഭഗവാൻ കൃഷ്ണനാണ് എന്ന്. കാരണം കൃഷ്ണനോടാണ് അർജുനൻ അഭ്യർത്ഥിക്കുന്നത്. ആ കൃഷ്ണൻ വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നു, അത് പിൻവലിച്ച് ചതുർഭുജ നാരായണ രൂപത്തെ കാണിച്ചു കൊടുക്കുന്നു, അതും പിൻവലിച്ച് തന്റെ പൂർവ്വരൂപത്തിൽ 2 കൈകളുള്ള കൃഷ്ണന്റെ രൂപത്തിലേക്ക് ഭഗവാൻ വരുന്നു. അത് കാണിക്കുന്നത് ഭഗവാനാണ് എല്ലാ രൂപങ്ങൾക്കും അധിപതി അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 കൈകളുള്ള രൂപം കാണാനുള്ള അർജുനന്റെ അഭ്യർത്ഥന സൂചിപ്പിക്കുന്നത് എല്ലാ രൂപങ്ങളും കൃഷ്ണനുമായി ഒന്നാണ് എന്ന്. 4 കൈകളുടെ വ്യത്യസ്ത ക്രമീകരണങ്ങൾക്കനുസൃതമായി വ്യത്യസ്ത നാരായണന്മാരെ നാമകരണം ചെയ്യുന്നു. അതായത് ഭഗവാന്റെ ചതുർഭുജ രൂപത്തിൽ ശംഖ ചക്ര ഗദാ പത്മ, ഇത് ഈ 4 ആയുധങ്ങളാണ്. 3 ആയുധങ്ങളും പിന്നെ ഒരു താമരയും. അതാണ് ഭഗവാന്റെ 4 കൈകളിൽ കാണപ്പെടുന്നത്. സാധാരണ ഫോട്ടോയിൽ നമ്മൾ കാണുന്നത് വലത്തെ കൈയിൽ ചക്രം, ഇടത്തെ കൈയിൽ ശംഖം, പിന്നീട് ഇടത്തെ കയ്യിൽ ഗദ, പിന്നീട് വലത്തെ താഴെയുള്ള കയ്യിൽ പത്മം. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഏതേത് കൈകളിൽ ഏതേത് ആയുധങ്ങളും പത്മവും ഉണ്ടോ അതനുസരിച്ച് ആ ശംഖചക്ര ഗദാപത്മങ്ങളുടെ വ്യവസ്ഥ അനുസരിച്ച് ഭഗവാന്റെ രൂപങ്ങൾക്ക്, അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾക്ക് വ്യത്യാസം വരുന്നു. ഭഗവാൻ അനേകം നാമങ്ങളുണ്ട്. കേശവ, നാരായണ, മാധവ, ഗോവിന്ദ, ത്രിവിക്രമ, ഒരുപാട് നാമങ്ങളുണ്ട് ഭഗവാൻ. ആ നാമങ്ങൾക്കനുസരിച്ച് ഏത് നാമമാണോ ഉള്ളത് അതിനനുസരിച്ച് ആ നാമങ്ങളുള്ള ശംഖചക്ര ഗദാപത്മങ്ങൾ വ്യത്യാസം വരുന്നു കൈകളിൽ. അതിനനുസരിച്ചാണ് നാമം ഉണ്ടാക്കുന്നത്, നാമകരണം ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. അർജുനന് ഒരേ സമയം ഭയവും സന്തോഷവും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഇത് വിശ്വരൂപം ഒരു താൽക്കാലിക രൂപമാണ്, എന്നാൽ വൈകുണ്ഠ രൂപം അതീന്ദ്രിയവും ചതുർഭുജവും ശാശ്വതവുമാണ്. ആ വിശ്വരൂപത്തിനെയും ചതുർഭുജ രൂപത്തിനെയും തമ്മിൽ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. വിശ്വരൂപം താൽക്കാലികമാണ്, എന്നാൽ ചതുർഭുജ നാരായണ രൂപങ്ങൾ ശാശ്വതമാണ്. ആ രൂപങ്ങൾക്ക് പ്രത്യേക ധാമവുമുണ്ട്. പരമദിവ്യോത്തമ പുരുഷൻ എന്ന നിലയിൽ തന്റെ സുഹൃത്തിന്റെ ഐശ്വര്യവും വിശ്വരൂപം കാണിക്കാനുള്ള അവന്റെ കഴിവും അറിയുന്നതിൽ അർജുനൻ സന്തോഷിക്കുന്നു. ഇത്രയധികം അപരാധങ്ങൾ ചെയ്തതിനാൽ ഭയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അർജുനൻ ഭഗവാനോട് ചതുർഭുജ രൂപത്തെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭഗവാൻ അതിനനുസരിച്ച് തന്റെ വിശ്വരൂപത്തെ പിൻവലിക്കുന്നു. പിന്നീട് കൃഷ്ണൻ അർജുനനെ തന്റെ 4 കൈകളുള്ള രൂപം കാണിക്കുന്നു. ഒടുവിൽ തന്റെ 2 കൈകളുള്ള രൂപത്തിലേക്ക് ഭഗവാൻ തിരിച്ചു വരുന്നു. പിന്നീട് ഭഗവാൻ പറയുന്നത്, ഈ രൂപത്തെ, വിശ്വരൂപത്തെ ആകട്ടെ, ചതുർഭുജ രൂപത്തെ ആകട്ടെ, ഭഗവാൻ കൃഷ്ണന്റെ രൂപത്തെ ആകട്ടെ, നമുക്ക്
നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ശുദ്ധവും അവിഭാജ്യവുമായ ഭക്തി സേവനത്തിലൂടെ മാത്രമേ കൃഷ്ണന്റെ രൂപങ്ങളെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ശ്രീ ഭഗവാൻ ഉവാച മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം. ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, നിന്നിൽ സന്തുഷ്ടനായ ഞാൻ അന്തരംഗ ശക്തിയാൽ. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ അനേകം ശക്തികളുണ്ട്. ഭൗതിക പ്രകൃതി എന്നുള്ളത് ഭഗവാന്റെ ശക്തിയാണ്. ആ ഭൗതിക പ്രകൃതി ഭഗവാന്റെ ബഹിരംഗ ശക്തി, അതായത് ഇവിടെ പ്രകടമാകുന്ന ശക്തി, നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഭഗവാന്റെ ശക്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ബഹിരംഗ ശക്തി. അത് കൂടാതെ ഈ ഭൗതിക പ്രകൃതി ഭഗവാന്റെ ശക്തിയാണെങ്കിലും അത് അധമ ശക്തിയാണ്. കാരണം അത് ജഡ വസ്തുക്കളാണ്. നമ്മുടെ ഈ ശരീരം എന്നുള്ളത് ഭൗതിക പ്രകൃതിയാൽ നിർമ്മിതമായിട്ടുള്ളതാണ്. പക്ഷെ അതിന് സ്വമേധയാ പ്രാണനില്ല, ജീവനില്ല, ജഡവസ്തുവാണ്. ജീവാത്മാവ് അതിൽ പ്രവേശിക്കുമ്പോൾ മാത്രമേ ആ പ്രകൃതിക്ക് ജീവൻ ഉണ്ടാകുന്നുള്ളൂ, പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ശരീരം അല്ലെങ്കിൽ ഈ ഭൗതിക പ്രകൃതി എന്നുള്ളത് അധമ ശക്തിയാണ്. അതുപോലെ നമ്മൾ ജീവാത്മാക്കളും ഭഗവാന്റെ ശക്തിയാണ്. പക്ഷെ നമ്മളെ തടസ്ഥ ശക്തി എന്ന് പറയുന്നു. അതായത് ഈ ഭൗതിക പ്രകൃതിക്കും ഭഗവാന്റെ അന്തരംഗ ശക്തിക്കും നടുവിലുള്ള ശക്തിയാണ് നമ്മൾ ജീവാത്മാക്കൾ. ഭൗതിക പ്രകൃതിയേക്കാൾ ശ്രേഷ്ഠമാണ്, എന്നാൽ ഭഗവാന്റെ അന്തരംഗ ശക്തിയേക്കാൾ താഴെയാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ അത് കൂടാതെ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശക്തിയാണ് ഭഗവാന്റെ അന്തരംഗ ശക്തി. ആ അന്തരംഗ ശക്തി സ്പിരിച്വൽ എനർജി എന്ന് പറയുന്നു. ആ അന്തരംഗ ശക്തിയാലാണ് ഭഗവാൻ ഓരോ അവതാരവും എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്, അർജുനനിൽ സന്തുഷ്ടനായ ഞാൻ അന്തരംഗ ശക്തിയാൽ ഭൗതിക പ്രപഞ്ചത്തിൽ അന്തർഹിതമായ എന്റെ വിശ്വരൂപത്തെ കാട്ടിക്കൊടുക്കുന്നു. അപ്പോൾ ഭഗവാൻ ആ വിശ്വരൂപത്തെ പ്രകടമാക്കിയത് ഭഗവാന്റെ അന്തരംഗ ശക്തിയാലാണ്, ഭഗവാന്റെ ആ സ്പിരിച്വൽ എനർജിയാലാണ് ഭഗവാൻ അത് കാട്ടിക്കൊടുത്തത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ആദിമവും അവസാനമില്ലാത്തതും തേജോമയവുമായ ഇത്, അതായത് ഈ വിശ്വരൂപം നീ ഒഴികെ ആരും മുൻപ് കണ്ടിട്ടില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ആദ്യമായിട്ട് അർജുനനാണ് ഭഗവാന്റെ വിശ്വരൂപത്തെ നേരിട്ട് കാണുന്നത്. അപ്പോൾ മഹാഭാരതത്തിൽ ഭഗവാൻ ഒരുപാട് തവണ ഭഗവാന്റെ വിശ്വരൂപത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ പല പല രൂപങ്ങളെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് യശോദയ്ക്ക് തന്റെ വായിൽ ഈ ഭൗതിക പ്രപഞ്ചത്തെ മുഴുവനും തന്റെ വയറ്റിലായിട്ട് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അതിനുശേഷം അക്രൂരന് യമുന നദിയുടെ ഉള്ളിൽ വെച്ചിട്ട് വൈകുണ്ഠധാമത്തെ കാട്ടിക്കൊടുക്കുന്നു. ഭഗവാൻ എങ്ങനെ ശേഷശായിയായിട്ട് ശയിക്കുന്നു എന്ന് കാട്ടിക്കൊടുക്കുന്നു. പിന്നീട് ദുര്യോധനന്റെ സഭയിൽ വെച്ച് ഭഗവാനെ പിടിച്ചു കെട്ടാനായിട്ട് ദുര്യോധനൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ തന്റെ വിരാട് രൂപത്തെ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ ഈ വിശ്വരൂപം, അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപം എവിടെയും ഭഗവാൻ കാണിച്ചിട്ടില്ല. അത് ആദ്യമായിട്ടാണ് കാണിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നു. ആ വിശ്വരൂപത്തെ കാണുവാനും സാധാരണ ജനങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏവം രൂപഃ ശക്യാഹം ത്രിലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവീരാം. ഹേ കുരുശ്രേഷ്ഠ, എന്റെ ഈ വിശ്വരൂപം നീ അല്ലാതെ മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ല. വേദാധ്യയനം, യജ്ഞാനുഷ്ഠാനം, ദാനം, തപസ് എന്നിവ കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ ഭൗതിക ലോകത്തിൽ ആർക്കും എന്റെ ഈ രൂപം കാണുവാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് ദാനം ചെയ്തു, തപസ് ചെയ്തു, യജ്ഞങ്ങൾ ചെയ്തു, അതൊന്നും കൊണ്ട് തന്നെ ഭഗവാന്റെ കരുണ നമ്മിൽ ഉണ്ടാകുന്നില്ല. നമുക്ക് ഭഗവാന്റെ രൂപത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ രൂപത്തെ ദർശിക്കുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അത് 54-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും. മാതേവ്യഥാമാച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമീദൃങ്മമേദം വ്യപേദഭീഹി പ്രീതമനാഹ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. എന്റെ ഈ ഭീഭത്സ രൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു. അത് ഇതോടെ തീരട്ടെ. എന്റെ ഭക്തനായ നീ ഇനി സ്വസ്ഥത കൈവരിക്കൂ. ശാന്ത മനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം
കാണാം. സഞ്ജയൻ ഇങ്ങനെ ധൃതരാഷ്ട്രോട് പറയുന്നു. ഇങ്ങനെ അർജുനനോട് പറഞ്ഞിട്ട് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ തന്റെ യഥാർത്ഥമായ ചതുർഭുജ രൂപം കാണിച്ചു. പിന്നീട് ഭീതനായിരുന്ന അർജുനന് ധൈര്യം വരുത്തുവാനായി ഇരു കൈകളോട് കൂടിയ തന്റെ സാധാരണ രൂപം കൈക്കൊള്ളുകയും ചെയ്തു എന്നാണ് ഇവിടെ സഞ്ജയൻ അർജുനനോട് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇനി പറയുന്നു അർജുനനോട്, അർജുന ഉവാച ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃത്തഃ സചേതാഃ പ്രകൃതിം ഗതഃ. കൃഷ്ണനെ ഇങ്ങനെ സ്വന്തം രൂപത്തിൽ കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു, ജനാർദ്ദന, അങ്ങയുടെ അത്യന്ത സുന്ദരമായ ഈ മാനുഷിക ആകാരം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ മുൻമട്ടിലായി, എന്റെ മനസ്സ് ശാന്തമായി. കാരണം മറ്റുള്ള രൂപങ്ങളെല്ലാം തന്നെ അതീന്ദ്രിയ ഭാവത്തെ കാണിക്കുന്നു, ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവത്തെ കാണിക്കുന്നു. എന്നാൽ കൃഷ്ണന്റെ രൂപമാണെങ്കിലോ മനുഷ്യനെ പോലെ തന്നെ 2 കൈകളുള്ള രൂപമാണ്. ആ രൂപത്തെ കാണുമ്പോൾ മാനുഷിക രൂപത്തെ കണ്ടതോടുകൂടി അർജുനന് സമാധാനമായി എന്നാണ് അർജുനൻ പറയുന്നത്. പക്ഷേ അത് മാനുഷിക രൂപമായിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിലും ഭഗവാൻ പറയുന്നു ആ രൂപത്തെ കാണുവാനും അത്ര എളുപ്പമല്ല. ശ്രീ ഭഗവാൻ ഉവാച സുദുർദർശമിതം രൂപം ദൃഷ്ടവാനസിയൻ മമ ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ഭഗവാൻ പറയുന്നു, കാരണം അർജുനൻ പറഞ്ഞത് അങ്ങയുടെ അത്യന്ത സുന്ദരമായ ഈ മാനുഷിക ആകാരം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ മുൻമട്ടിലായി. അപ്പോൾ മാനുഷിക ആകാരമാണ് കൃഷ്ണന്റെ 2 കൈകളുള്ള രൂപം. പക്ഷേ ഭഗവാൻ പറയുന്നു സുദുർദർശമിതം രൂപം, എന്റെ ഈ രൂപത്തെ കാണുവാനും അത്ര എളുപ്പമല്ല. സുദുർദർശം, ഭഗവാൻ പറഞ്ഞു നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ രൂപം കാണുവാൻ ഏറെ പ്രയാസമുള്ളതാണ്. ദേവന്മാർ പോലും ഈ പ്രിയതരമായ രൂപത്തെ കാണുവാൻ അവസരം പാർത്ത് കഴിയുന്നു. കാരണം ഭഗവാൻ ദ്വാപര യുഗത്തിൽ ആ കൃഷ്ണനായിട്ട് അവതരിച്ചപ്പോൾ മാത്രമാണ് ഭഗവാന്റെ ഈ 2 കൈകളുള്ള രൂപത്തെ ആ ഭൗതിക പ്രപഞ്ചത്തിലെ ഋഷിമാരാകട്ടെ ദേവന്മാരാകട്ടെ ബ്രഹ്മാവ് പോലും കണ്ടത്. കാരണം ആ രൂപം എല്ലായ്പ്പോഴും ശാശ്വതമായിട്ട് ഗോലോക വൃന്ദാവനത്തിൽ വസിക്കുന്ന രൂപമാണ്. ആ രൂപത്തെ ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകണം. വൈകുണ്ഠധാമത്തിലുള്ള വിഷ്ണുവിന്റെ രൂപത്തെ ചിലപ്പോൾ ദേവന്മാർക്ക് അവർ യജ്ഞങ്ങളും അവരുടെ പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ട് ചിലപ്പോൾ അവർക്ക് പ്രത്യക്ഷമാകുന്നു. പക്ഷേ കൃഷ്ണന്റെ ആ 2 കരങ്ങളുള്ള കൃഷ്ണന്റെ രൂപം വളരെ വളരെ പ്രയാസകരമാണ് കാണുവാൻ. അതുകൊണ്ട് എന്താണ് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്, ദേവന്മാരും സൂര്യചന്ദ്രാദിന്റെ എല്ലാ ദേവന്മാരും ഭഗവാൻ ദ്വാരകയിൽ വസിക്കുമ്പോൾ ദിവസവും ഓരോരുത്തരായിട്ട് ഭഗവാനെ കാണുവാനായിട്ട് അവിടേക്ക് വരുന്നു. കാരണം ആ ഭൗതിക പ്രപഞ്ചത്തിൽ ഭഗവാൻ അവതരിച്ചത് കൊണ്ട് ഭഗവാനെ കാണുവാൻ, ഭഗവാന്റെ ഓഡിയൻസിനായിക്കൊണ്ട് ഭഗവാനെ പ്രണമിക്കാനായിട്ട് അവരെല്ലാവരും ബ്രഹ്മാവ് ഉൾപ്പെടെ ഭഗവാനെ ദർശിക്കുവാനായിട്ട് ദ്വാരകയിൽ വന്നിരുന്നു എന്നാണ് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ ആ രൂപം സച്ചിദാനന്ദമയമായിട്ടുള്ള ആ 2 കൈകളുള്ള രൂപം സാധാരണ ദർശിക്കുവാൻ സാധ്യമല്ല. പിന്നെയോ വേദാധ്യയനം കൊണ്ടോ തപശ്ചര്യ കൊണ്ടോ ദാനയജ്ഞാദികളാലോ കൈവരാവുന്നതല്ല. അവയൊന്നും കൊണ്ടല്ല എന്റെ ഈ യഥാർത്ഥ രൂപം ഒരാൾക്ക് പ്രത്യക്ഷമാകുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. 2ാമത്തെ തവണയാണ് ഭഗവാൻ ഇത് പറയുന്നത്. അതായത് ഭഗവാന്റെ നാരായണ രൂപത്തെ ആകട്ടെ വിശ്വരൂപത്തെ ആകട്ടെ കൃഷ്ണന്റെ 2 കൈകളുള്ള രൂപത്തെ ആകട്ടെ സാധാരണ പുണ്യകർമ്മങ്ങൾ ചെയ്തോ ദാനം യജ്ഞം തപസ് ഇവ ഒന്നും കൊണ്ട് കാണുവാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഭഗവാന്റെ രൂപത്തെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുക? ഭക്ത്യാ ത്വനന്യയ അശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഭക്ത്യാ തു അനന്യയ, അനന്യമായ ഏകാഗ്രമായ ശുദ്ധ ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എന്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭക്ത്യാതു അനന്യയാശക്യ, അനന്യമായ ഭക്തി കൊണ്ട് മാത്രമേ, അല്ലാതെ ഒരുപാട് വേദങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്തു ദാനം ചെയ്തു, അതെല്ലാം തന്നെ ഭൗതികമായിട്ടുള്ള പ്രവർത്തികളാണ്. അവയെല്ലാം തന്നെ
ആധ്യാത്മികമാകണം എന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യണം. അതിൽ നമ്മുടെ സ്വാർത്ഥത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഭക്തിയുത സേവനമായിട്ട് മാറുന്നില്ല. ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച്, ഭഗവാന്റെ ഇഷ്ടത്തിനായിക്കൊണ്ട്, ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട്, പ്രേമഭക്തിയോടുകൂടി നമ്മൾ ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ മാത്രമേ ഭഗവാന്റെ കരുണ നമ്മിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയും ഭഗവാന്റെ കരുണ നമ്മിൽ ഉണ്ടാകുവാനുള്ള പ്രവൃത്തിയായിട്ട് നമ്മൾ മാറ്റണം. അതാണ് ഭക്തിയുത സേവനം എന്ന് നമ്മൾ പറയുന്നത്. ഭക്തി, എല്ലാത്തിന്റെ പുറകിൽ ഭക്തി ഉണ്ടാകണം. 9ാമത്തെ അധ്യായത്തിലും ഭഗവാൻ പറഞ്ഞത് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭഗവാൻ നമ്മുടെ ഭക്തിയെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ നമ്മുടെ കഴിവുകളെയോ നമ്മുടെ എന്തെങ്കിലും ഉപഹാരത്തെയോ ഭഗവാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെയോ നമ്മൾ ഭഗവാനെ ആദരിക്കണം, ഭഗവാനിൽ നമ്മുടെ ഭക്തിയെ പ്രകടിപ്പിക്കണം. നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ഫീലിങ്സ്, അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പുറമേ നമ്മൾ വളരെയധികം അമ്പലം മോടി പിടിപ്പിക്കുകയോ ഭഗവാന്റെ വിഗ്രഹത്തെ ഒരുപാട് അണിയിച്ചൊരുക്കുകയോ, പക്ഷെ ഉള്ളിൽ നമുക്ക് ഭഗവാനോട് ഫീലിങ്സ് ഒന്നും ഇല്ലെങ്കിൽ ഭഗവാൻ അതൊന്നും തന്നെ ആവശ്യമില്ല. അദ്ദേഹം എല്ലാ ലോകത്തിന്റെയും സർവലോക മഹേശ്വരനാണ്. നമ്മുടെ ഒരു തുച്ഛമായിട്ടുള്ള ആടയാഭരണങ്ങളോ അല്ലെങ്കിൽ അലങ്കാരങ്ങളോ ഭഗവാൻ ആവശ്യമില്ല. പിന്നെയോ പക്ഷേ ഭഗവാൻ നമ്മുടെ ഭക്തിയെ ആഗ്രഹിക്കുന്നു, നമ്മുടെ സ്നേഹത്തെ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ആഗ്രഹിക്കുന്നത് നമ്മൾ കൊടുക്കുക, ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുവഴി നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 10 നിമിഷം കൂടെ ഇതൊരു നടന്ന കഥയാണ്, നമ്മുടെ കലികാലത്ത് നടന്ന കഥയാണിത്. ഇപ്പോൾ ഈ വിഗ്രഹം ഇപ്പോഴും ഒറീസയുടെ ആ ബോർഡറിൽ ഇപ്പോഴും കാണാൻ സാധിക്കും. സാക്ഷി ഗോപാൽ എന്നുള്ള വിഗ്രഹമാണ് ഇത്. ഈ വിഗ്രഹത്തിന്റെ പേരാണ് സാക്ഷി ഗോപാൽ. ഭഗവാൻ സ്വയം വൃന്ദാവനത്തിൽ നിന്ന് നടന്ന് ഒറീസ വരെ വന്നിരിക്കുന്നു. അപ്പോൾ അതിന് പുറകിൽ ഒരു കഥയുണ്ട്. അതായത് ഈ ബ്രാഹ്മണനും ഒരു വയസ്സായിട്ടുള്ള ബ്രാഹ്മണനും, അങ്ങനെ അവർ നാട്ടിലെ കുറച്ചു പേർ ഒരുമിച്ച് തീർത്ഥയാത്രയ്ക്ക് പോകുന്നു. തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് അവർ വൃന്ദാവനത്തിലേക്ക് വരുന്നു. വൃന്ദാവനത്തിൽ വന്ന് ഭഗവാന്റെ ദർശനമെല്ലാം കഴിഞ്ഞ് അവർ അവിടെ ആ സമയത്ത് ഈ വൃദ്ധ ബ്രാഹ്മണന് കുറച്ച് സുഖമില്ലാതെ വരുന്നു. അപ്പോൾ ഒരുമിച്ച് വന്ന മറ്റുള്ള ബ്രാഹ്മണന്മാരെല്ലാവരും പോകാൻ തിരക്ക് കൂട്ടുന്നു, പക്ഷെ ഇദ്ദേഹത്തിന് സുഖമില്ല. അപ്പോൾ ഈ യുവ ബ്രാഹ്മണൻ എന്ത് പറയുന്നു? ഞാൻ ഇദ്ദേഹത്തെ ഇവിടെ പരിചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സുഖമായതിനു ശേഷം അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വന്നേക്കാം, നിങ്ങൾ എല്ലാവരും തിരിച്ചു പോകണം, അദ്ദേഹത്തിന്റെ വീട്ടിൽ അറിയിക്കുകയും വേണം എന്ന് പറയുന്നു. അങ്ങനെ ആ വൃദ്ധ ബ്രാഹ്മണനും യുവ ബ്രാഹ്മണനും മാത്രം വൃന്ദാവനത്തിൽ അവിടെ വസിക്കുന്നു. അദ്ദേഹത്തിന് സുഖമായതിനു ശേഷം അവർ തിരിച്ചു വരാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഈ വൃദ്ധ ബ്രാഹ്മണന് ഈ യുവ ബ്രാഹ്മണന്റെ ശുശ്രൂഷയെല്ലാം കണ്ടിട്ട് വളരെയധികം സന്തോഷമാകുന്നു. കാരണം സ്വന്തം മകൻ ശുശ്രൂഷിക്കുന്നത് പോലെ അദ്ദേഹം ഈ ബ്രാഹ്മണനെ നോക്കി അദ്ദേഹത്തിന് സുഖപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് ആ വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു യുവ ബ്രാഹ്മണനോട്, നിന്റെ ഈ ശുശ്രൂഷയിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഉപഹാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യുവ ബ്രാഹ്മണൻ പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എന്റെ കടമ നിർവഹിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ ബ്രാഹ്മണൻ പറയുന്നു, ഞാൻ എന്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ യുവ ബ്രാഹ്മണൻ പേടിച്ചു പോയി. കാരണം വൃദ്ധ ബ്രാഹ്മണൻ വളരെയധികം ആസ്തിയെല്ലാം ഉള്ള ഒരു നല്ല ഒരു സമ്പന്നമായ കുടുംബത്തിലെയാണ്. യുവ ബ്രാഹ്മണനാണെങ്കിലോ വളരെയധികം ദരിദ്രമായ ഒരു കുടുംബത്തിലെയാണ്. കൂടാതെ വീട്ടുകാരോടൊന്നും ആലോചിക്കാതെ, തന്റെ മകളോട് പോലും ആലോചിക്കാതെ ഈ ബ്രാഹ്മണൻ തന്റെ മകളെ തനിക്ക് തരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തെറ്റായിട്ട് അദ്ദേഹത്തിന് തോന്നി. കാരണം അവർ ഒരു ധാമത്തിലാണ്, വൃന്ദാവനത്തിലാണുള്ളത്. അവിടെ വെച്ച് പാഴ്വാക്കുകൾ ഒന്നും തന്നെ പറയാൻ പാടില്ല, നുണ പറയാൻ പാടില്ല. കാരണം ഭഗവാന്റെ സാന്നിധ്യം എല്ലാ ദിക്കിലുമുണ്ട്. അതുകൊണ്ട് ആ യുവ ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങിങ്ങനെ വെറുതെ ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല, എനിക്കൊന്നും ആവശ്യമില്ല, അങ്ങ് ഇതൊന്നും വീട്ടുകാരോടൊന്നും ആലോചിക്കാതെ ഇതൊന്നും തന്നെ പറയരുത് എന്ന് പറഞ്ഞാലും ബ്രാഹ്മണൻ നിർബന്ധം പിടിക്കുന്നു, ഇല്ല, എന്റെ മകളെ ഞാൻ നിനക്ക് തന്നെ വിവാഹം കഴിച്ചു തരും. അപ്പോൾ ആ യുവ ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങ് പാഴ്വാക്കായിട്ട് ഈ ധാമത്തിൽ വെച്ച് ഒന്നും പറയരുത്, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ
ആ ഗോപാലിന്റെ അമ്പലത്തിലേക്ക് പോയിട്ട് ഗോപാലിന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങ് ആ ഭഗവാനോട് ഇത് സത്യം ചെയ്ത് പറയും, എന്നാൽ അങ്ങേക്ക് വീട്ടിൽ പോയാലും ഇത് അങ്ങേക്ക് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്ന് പറയുന്നു. ആ ബ്രാഹ്മണൻ സമ്മതിച്ചു. രണ്ടുപേരും കൂടെ ആ അവിടെ ഒരു ഗോപാൽ വിഗ്രഹം ഉണ്ടായിരുന്നു, ഭഗവാൻ കൃഷ്ണന്റെ ആ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയിട്ട് ബ്രാഹ്മണൻ സത്യം ചെയ്ത് പറയുന്നു, ഞാൻ എന്റെ മകളെ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുശേഷം രണ്ടുപേരും വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ബ്രാഹ്മണന്റെ വീട്ടിൽ നിന്ന് വിശേഷമൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് യുവബ്രാഹ്മണൻ ഈ ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് പോയിട്ട് പറയുന്നു, അങ്ങ് വൃന്ദാവനത്തിൽ വെച്ച് എന്നോട് പ്രോമിസ് ചെയ്തതാണ്, അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനെ പറ്റി ഒന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ ബ്രാഹ്മണൻ ഒന്നും മിണ്ടിയില്ല. പക്ഷെ ബ്രാഹ്മണന്റെ മകൻ അത് കേട്ടുകൊണ്ട് വന്നിട്ട് ഈ യുവബ്രാഹ്മണനെ ഒരുപാട് ദേഷ്യപ്പെട്ടു. നീ എന്റെ അച്ഛനെ എന്തോ കൈവിഷം കൊടുത്തിട്ടാണ് ഇങ്ങനെയെല്ലാം സംസാരിപ്പിച്ചത്, നീ നുണയാണ് പറയുന്നത്, എന്റെ അച്ഛൻ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞു കാണില്ല, പക്ഷെ ഞങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെയെല്ലാം ചെയ്തതാണ്, അതാണ് ഇതാണ്, ഒരുപാട് ദേഷ്യപ്പെട്ടു. വൃദ്ധബ്രാഹ്മണനാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പോൾ യുവബ്രാഹ്മണന് മനസ്സിലായി, കാരണം വീട്ടിൽ എല്ലാവരും എതിർത്തു, അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ യുവബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, ഇത് അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ വെച്ച് സത്യം ചെയ്തതാണ്, അദ്ദേഹത്തിന്റെ വാക്ക് പാഴ്വാക്കായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചത്, അദ്ദേഹം ഗോപാലിന്റെ മുന്നിൽ വെച്ച് സത്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രാഹ്മണന്റെ മകൻ പറഞ്ഞു, ഓ നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായി, കാരണം വിഗ്രഹം വന്നിട്ട് നമ്മളോട് സത്യം പറയാനൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഈ കാര്യത്തിന് ആരും സാക്ഷികളില്ലാത്തത് കൊണ്ട് ഇത് സത്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്ന് ബ്രാഹ്മണന്റെ മകൻ പറഞ്ഞപ്പോൾ യുവബ്രാഹ്മണൻ പറഞ്ഞു, എന്നാൽ ഗോപാൽ തന്നെ ഇവിടെ സ്വയം വന്നിട്ട് സാക്ഷി പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ എന്ന്. അപ്പോൾ വൃദ്ധബ്രാഹ്മണനും മകനും ഒരുമിച്ച് പറഞ്ഞു, ശരി ശരി സമ്മതിക്കുമ്പോൾ വൃദ്ധബ്രാഹ്മണന് ഉറപ്പുണ്ടായിരുന്നു, കാരണം ഭഗവാൻ കൃഷ്ണനിൽ പൂർണ്ണമായ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു, അതുകൊണ്ട് ഭഗവാൻ തീർച്ചയായിട്ടും വരും എന്ന് ബ്രാഹ്മണന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ മകനാണെങ്കിലോ ഭഗവാൻ വെറും ഒരു വിഗ്രഹമാണ്, ആ വിഗ്രഹം ഒരിക്കലും ഇവിടേക്ക് നടന്നു വരാനോ സാക്ഷി പറയാനോ പോകുന്നില്ല, അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല എന്ന് മകനും ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും ഓക്കെ എന്ന് പറയുന്നു. ആ യുവബ്രാഹ്മണൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നു. വൃന്ദാവനത്തിൽ പോയിട്ട് അദ്ദേഹം ആ ഭഗവാന്റെ അടുക്കൽ പോയിട്ട് ഭഗവാനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നു, അങ്ങ് ഇതിനെല്ലാത്തിനും സാക്ഷിയല്ലേ, അങ്ങ് അങ്ങോട്ടേക്ക് വരണം, അങ്ങ് സാക്ഷിയായിട്ട് ഈ ബ്രാഹ്മണന്റെ വാക്കിന് വില കൊടുക്കണം, ആ ബ്രാഹ്മണൻ അങ്ങയുടെ ഭക്തനാണ്, അദ്ദേഹത്തിന്റെ വാക്ക് ഒരിക്കലും പാഴ്വാക്കായി മാറാൻ പാടില്ല, അതുകൊണ്ട് അങ്ങ് തീർച്ചയായിട്ടും വരണം എന്ന് ഒരുപാട് തവണ ആ ബ്രാഹ്മണൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഭഗവാന്റെ മൂർത്തിയിൽ നിന്നൊരു ശബ്ദം വന്നു, ഒരു വെറും കല്ലായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് അവിടം വരെ വരുന്നത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോൾ യുവബ്രാഹ്മണൻ പറഞ്ഞു, കല്ലിന് സംസാരിക്കാമെങ്കിൽ കല്ലിന് നടന്നു വരാനും സാധിക്കും, അങ്ങ് തീർച്ചയായിട്ടും എൻ്റെ ഒപ്പം വരണം എന്നാ യുവബ്രാഹ്മണൻ വാശി പിടിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി ഞാൻ വരാം, പക്ഷേ നീ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കിയാൽ ഞാൻ അപ്പോൾ അവിടെ നിന്നു പോകും. ശരി എന്ന് പറഞ്ഞുകൊണ്ട് യുവബ്രാഹ്മണൻ മുന്നിലും ഭഗവാൻ പുറകിലും ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ ഭഗവാന്റെ കാൽച്ചിലമ്പിന്റെ ശബ്ദം ഈ ബ്രാഹ്മണന് കേട്ടുകൊണ്ടേയിരുന്നു. അത് കേട്ടുകൊണ്ട് അദ്ദേഹം നടന്നു വൃന്ദാവനത്തിൽ നിന്ന് ഒറീസ വരെ അദ്ദേഹം എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആ സമുദ്ര തീരത്ത് കൂടെ നടന്നു വരുന്ന സമയത്ത് ഭഗവാന്റെ കാൽച്ചിലമ്പിന്റെ ശബ്ദം കേൾക്കാതെയായി, കാരണം പൂഴിമണ്ണ് സമുദ്ര തീരത്ത്. ആ ബ്രാഹ്മണന് പെട്ടെന്ന് ഒരു നിമിഷം ഭഗവാൻ എവിടെ, എൻ്റെ ഒപ്പം ഇല്ലേ എന്ന് പരിഭ്രമമായിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നു. ഭഗവാൻ അതേ രൂപത്തിൽ അവിടെ മൂർത്തിയായിട്ട് ഭഗവാൻ മാറുകയും ചെയ്തു. എന്തായാലും തന്റെ ഗ്രാമത്തിന്റെ ഔട്ട്സ്കട്ടിലാണ്. ആ ബ്രാഹ്മണൻ വേഗത്തിൽ ഓടിയിട്ട് ഗ്രാമത്തിൽ പോയിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നു. ഭഗവാൻ വന്നത് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഭഗവാന്റെ സാക്ഷി, അതുകൊണ്ട് ആ ഗോപാലിനെ സാക്ഷി ഗോപാൽ എന്ന ഇപ്പോഴും വിളിക്കുന്നു. ആ ഒറീസയുടെ തീരത്ത് നമുക്ക് ഇപ്പോഴും ഭഗവാന്റെ ആ അമ്പലവും ആ ഭഗവാൻ അതേപോലെ ഇതേ രൂപത്തിൽ ഇത്രമാത്രം ഉയരത്തിൽ ഭഗവാൻ ഓടക്കുഴൽ ഊതിക്കൊണ്ട് അവിടെ നിൽക്കുന്നത്
നമുക്ക് മൂർത്തിയായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. സാക്ഷി ഗോപാൽ. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത് ഭക്തിയാത്തു അനന്യയ, ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയുള്ള ഭക്തി. ഭഗവാൻ ഇത് ചെയ്യും. കാരണം ഭഗവാൻ ഭക്തവത്സലനാണ്. ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്തും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് ഭക്തനിൽ ഉണ്ടാകണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഭഗവാന് ആ ഭക്തിയുടെ സേവനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് ഭഗവാനും ആ ഭക്തിക്ക് പ്രത്യുപകാരമായിട്ട് നമ്മളെ സംരക്ഷിക്കുന്നു. ആ ഭക്തന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഭഗവാൻ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ആ അനന്യമായിട്ടുള്ള ഏകാഗ്രമായിട്ടുള്ള ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ കാണുവാനും ഭഗവത് ധാമത്തിൽ പോകാനും നമുക്ക് സാധിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാർ ഭഗവാനെ എങ്ങനെയാണ് സേവിക്കുന്നത് അതും ഭഗവാൻ ഇവിടെ പറയുന്നു. മത്കർമ്മകൃത് മത് പരമോ മദ്ഭക്തഃ സംഗവർജിതഃ നിർവൈരഃ സർവഭൂതേഷു യഃ സ മാമേതി പാണ്ഡവ. എന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയോ ഊഹാപോഹങ്ങളുടെയോ മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുകയും എന്നെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കരുതുകയും സർവഭൂതങ്ങളോടും സുഹൃത്ത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ തന്നെ പ്രാപിക്കും. അപ്പോൾ ഒരു ഭക്തൻ എന്തെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്? ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കണം. മത് കർമ്മകൃത്. കൂടാതെ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യണം. ഭഗവാനെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് കരുതണം. എല്ലാ ജീവജാലങ്ങളോടും സുഹൃത്ത് രൂപേണ പെരുമാറണം. കാരണം എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയുകയും ഭഗവാന്റെ ധാമത്തിലേക്ക് പോയാലും മാത്രം പോരാ, പിന്നെയോ മറ്റുള്ളവർക്കും ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അവരെയും ഉദ്ധരിക്കാനുള്ള ശ്രമവും നമ്മൾ നടത്തണം. അതാണ് ഭക്തന്മാർ. ഭക്തന്മാർ സ്വയം ഭഗവാന്റെ ഭക്തനാകുകയും അതിനോടൊപ്പം മറ്റുള്ളവരെ ഭക്തനാക്കി മാറ്റാനുള്ള പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുക. കാരണം ഭക്തന്മാർ വളരെയധികം കരുണാലുവാണ്. കാരണം മറ്റുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ കഷ്ടപ്പെടുന്നത് ഭഗവാനുമായിട്ട് നമ്മുടെ ബന്ധത്തെ മറന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ സന്ദേശത്തെ എത്തിക്കുവാനായിട്ട് ഭക്തന്മാർ പരിശ്രമിക്കുന്നു. അങ്ങനെ ഭക്തന്മാർ എല്ലാ ജീവജാലങ്ങളോടും സുഹൃത്ത് രൂപേണ പെരുമാറുന്നു. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കഷ്ടത്തിൽ കാണുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ആ സുഹൃത്തിന്റെ കഷ്ടത്തെ ഇല്ലാതാക്കുവാനായിട്ടാണ് സുഹൃത്തുക്കൾ പരിശ്രമിക്കുന്നത്. അതുപോലെ നമ്മളും സുഹൃത്ത് രൂപേണ പെരുമാറണം എന്ന് പറയുമ്പോൾ മറ്റുള്ള ജീവജാലങ്ങളുടെ ഭൗതിക ക്ലേശങ്ങൾക്ക് കാരണം അവരുടെ ശരീരബോധത്തിലുള്ള പെരുമാറ്റമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഭഗവാന്റെ ഉപദേശങ്ങളെ എത്തിച്ചു കൊടുക്കുകയാണ് സുഹൃത്തുക്കളുടെ ഉദ്ദേശം. അങ്ങനെ സുഹൃത്ത് രൂപേണ ഭക്തന്മാർ പെരുമാറുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് മത്കർമ്മകൃത്, ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുക. മത്പരമോ, ഭഗവാനെ പരമപുരുഷനായിട്ട് സ്വീകരിച്ചവനായിട്ട്. മദ്ഭക്തഃ, എന്റെ ഭക്തിയുടെ സേവനത്തിൽ മുഴുകുന്നവനായിട്ട്. സംഘവർജിത, സംഘവർജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാരല്ലാത്തവരുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക. ഫലോദിഷ്ട കർമ്മങ്ങളിൽ നിന്നും മാനസിക ഊഹാപോഹങ്ങളുടെയും മാലിന്യങ്ങളിൽ നിന്നും മുക്തനായിട്ടുള്ള ഒരാൾ. നിരീശ്വരവാദികളുടെയും ഭഗവാന്റെ അഭക്തന്മാരിൽ നിന്നും എല്ലാം മുക്തരാകുക. നിർവൈരഹ സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളും ശത്രുതയില്ലാതെ സുഹൃത്തായിട്ട് പെരുമാറുന്നവർക്ക് അവർക്ക് ഭഗവാന്റെ പരമപദം പോകാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ജ്ഞാനത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും മുക്തമായ അസൂയയില്ലാതെ നടപ്പിലാക്കുന്ന ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട ഭക്തി സേവനത്തിന് മാത്രമേ പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഭഗവാന്റെ പരമപദം പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഭക്തന്മാർക്ക് മാത്രമേ, പരിശുദ്ധ ഭക്തനായിട്ട് ഉയർന്നാൽ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ രൂപത്തെ ദർശിക്കുവാനും ഭഗവാന്റെ നിഗൂഢതയിലേക്ക്, ഭഗവാന്റെ ലീലകളെ കുറിച്ച് മനസ്സിലാക്കാനും ഭഗവാന്റെ പരമധാമത്തിലേക്ക് പോകാനും സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഭക്തന്മാർ സദാ സമയവും ഭഗവാന്റെ കുറിച്ചുള്ള സേവനത്തിൽ മുഴുകുകയും ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുകയും മറ്റുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കി അവരെ ഉദ്ധരിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഭക്തിയാണ്
ഏകാഗ്രമായിട്ടുള്ള അനന്യമായിട്ടുള്ള ഭക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കും.